Hello everyone, Namaskaram and Assalamu alaikum. Welcome to another webinar by MUMentum team. This is our 5th webinar after homeschooling tips and 3 webinars in gardening series. Now we have entirely different topic common dental problems and oral hygiene care. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് a very good friend of mine, Dr. Rehna Moyin. ഇതാരാണോ എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കണ്ട, നമ്മുടെ സ്വന്തം രേണു തന്നെയാണ് അത്. അപ്പൊ നിങ്ങൾ ഒരുവിധം എല്ലാവർക്കും രേണുവിനെ അറിയായിരിക്കും. ഷീ ഈസ് വെരി ഫ്രണ്ട്ലി ആൻഡ് ടോക്കറ്റീവ്. അപ്പൊ അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് നീഡ് ഓഫ് എ ബിഗ് ഇൻട്രൊഡക്ഷൻ ഫോർ ഹർ. പക്ഷെ ജസ്റ്റ് ബ്രീഫ്ലി അബൌട്ട് ഹർ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട്. രേണു ഇന്ത്യയിൽ നിന്ന് BDS ചെയ്ത് UK വന്ന് ക്വാളിഫയിങ് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് ജനറൽ ഡെന്റൽ പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യാണ്. Has very good few years of experience. Currently she is doing masters in advanced general dental practice. Appo baaki details okke Renu enna parayum. Sorry, just a quick reminder before inviting Renu. Talk കഴിഞ്ഞിട്ട് we have got Q&A section. Appo ഇന്നത്തെ ടോപ്പിക്കിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും Zoom ചാറ്റിൽ ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോ ഞാൻ ഇനി അധികം ഒന്നും പറയണില്ല, നമുക്ക് നമ്മളുടെ സ്പീക്കറിനെ ഇൻവൈറ്റ് ചെയ്യാം. രേണു, ഓവർ ടു യു നൗ. Unmute Renu. Yeah, can you hear me, Roshni? Yeah. Okay, thank you very much. Assalamu alaikum. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ റെഹ്ന മൊയിൻ. റോഷി പറഞ്ഞ പോലെ ഒട്ടുമിക്ക ആൾക്കാരും എന്നെ രേണു എന്നാണ് വിളിക്കാറ്. ഞാൻ ജനറൽ ഡെന്റൽ പ്രാക്ടീഷണർ ആണ്, ഡെന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഡെന്റലി റിലേറ്റഡ് ടോപ്പിക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും പ്രസന്റ് ചെയ്യുന്നതും. ഞാൻ കവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞ എൻ്റെ ടോപ്പിക്ക് കോമൺ ഡെന്റൽ പ്രോബ്ലംസ്, നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണുന്ന ദന്ത റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും, പിന്നെ ഓറൽ ഹൈജീൻ കെയർ ഇൻ അഡൽട്സ് ആൻഡ് ചിൽഡ്രൻ, എന്തൊക്കെ ദന്ത സംരക്ഷണത്തിന് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ആ രണ്ട് ടോപ്പിക്കാണ് ഞാൻ മെയിൻലി കവർ ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ് മീ ജസ്റ്റ് ഷെയർ ദി സ്ക്രീൻ വിത്ത് യു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് രണ്ടുമാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്സ്. എൻ്റെ സബ് ഡിവിഷൻസ് ഞാൻ ഇങ്ങനെ ഫ്യൂ ഡിവിഷൻസ് ആക്കിയിട്ടുണ്ട്. തുടക്കത്തിൽ എന്നെ പറ്റി ഒരു 2 വാക്ക്. പിന്നെ as you all know, ഞാൻ ബർമിംഗ്ഹാമിലാണ്, UK അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡെന്റിസ്ട്രി, NHS ഡെന്റിസ്ട്രിനെ പറ്റി ഒരു ബ്രീഫ് നോട്ട്. അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ 2 ടോപ്പിക്സ്. പിന്നെ to the ends, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ you can always ask questions. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ റോഷ്നി പറഞ്ഞ പോലെ ഞാൻ BDS നാട്ടിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് UK വന്ന് to join my husband, who is Dr. Harris ഒരു ജനറൽ മെഡിക്കൽ പ്രാക്ടീഷണർ ആണ്. സൂൺ ആഫ്റ്റർ കമ്മിങ് ഹിയർ ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടുത്തെ ക്വാളിഫയിങ് എക്സാം, അത് ഓവർസീസ് രജിസ്ട്രേഷൻ എക്സാമിനേഷൻ ORE, ആ ഒരു എക്സാം 2 പാർട്ടാണ്. അത് കഴിഞ്ഞു. പിന്നെ ഒരു ഇയർ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ എക്സാം കഴിഞ്ഞു. കറന്റ്ലി ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാസ്റ്റേഴ്സ് ഇൻ അഡ്വാൻസ്ഡ് ജനറൽ ഡെന്റൽ പ്രാക്ടീസ്. ഓക്കെ, അത് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിന്റെ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം. അങ്ങനെ അത് ഇപ്പൊ ഞാൻ 10 വർഷത്തിൽ കൂടുതലായിട്ട് ഇവിടെ ഡെന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. NHS പേഷ്യൻസിനെയും പ്രൈവറ്റ് പേഷ്യൻസിനെയും നോക്കുന്നുണ്ട്. ബർമിംഗ്ഹാമിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. That's a brief introduction about myself. ഇനി ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം NHS ഡെന്റിസ്ട്രി. അത് ഇവിടെയുള്ളവർക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇട്ടതാണ്. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇറ്റ്സ് ഗോയിങ് ടു ബെനിഫിറ്റ്. പക്ഷേ ഇവിടുത്തെ ഡെന്റിസ്ട്രി സിസ്റ്റം, ഇപ്പൊ പുതിയതായി ഇവിടെ വന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ഡെന്റൽ സിസ്റ്റം എന്ന് അറിയണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ 2 ടൈപ്പ് ഓഫ് സിസ്റ്റം ആണ്, NHS ഡെന്റിസ്ട്രിയും പ്രൈവറ്റ് സിസ്റ്റം. NHS എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ഗവൺമെന്റ് തിങ്, ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഒരു ഡെന്റൽ പ്രോഗ്രാം ആണ്. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്രൈവറ്റ്. അപ്പം നിങ്ങൾക്ക് ഒരു
ഡെന്റിസ്റ്റിനെ കാണുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡെന്റൽ പ്രാക്ടീസ് അടുത്തുള്ള ഒരു ഡെന്റൽ പ്രാക്ടീസിൽ വിളിച്ചിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, രജിസ്റ്റർ ഞാനിത് പറയുന്നത് എനിക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഞാൻ ഡെന്റിസ്റ്റുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാൻ, അതുകൊണ്ട് മാത്രം ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് വറി ചെയ്യേണ്ട, റെഗുലർ റിമൈൻഡേഴ്സ് അവരയക്കും. എല്ലാ 6 മാസവും ഡെന്റിസ്റ്റ് പറഞ്ഞ പോലെ അവർ ചെക്കപ്പിനുള്ള റിമൈൻഡേഴ്സും ടെക്സ്റ്റും ഒക്കെ അയക്കുന്നതാണ്. സോ അതിന് ശേഷമുള്ള കാര്യം യു ഡോണ്ട് ഹാവ് ടു വറി അറ്റ് ഓൾ. പിന്നെ ഇവിടുത്തെ ബാൻഡിങ്, അതായത് പേയ്മെന്റ് ഓർ ചാർജ് എന്ന് പറയുന്നത് ഒരു ബാൻഡിങ് സിസ്റ്റം ആണ്. അതായത് 3 ബാൻഡായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ബാൻഡ് 1, ബാൻഡ് 2 ആൻഡ് ബാൻഡ് 3. ബാൻഡ് 1 എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ആദ്യമായിട്ട് ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ ചെക്കപ്പ്, എക്സ്റേസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ബാൻഡ് 1 ട്രീറ്റ്മെന്റിലാണ് പെടുന്നത്. അതിന് £22.70 ആണ് അതിന്റെ ചാർജ്. ബാൻഡ് 2 എന്ന് പറയുന്നത് ഈ ബാൻഡ് 1ലുള്ള എല്ലാ along with it filling, root canal treatment, പല്ല് പറിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതിന്റെ ചാർജ് £32.10. ബാൻഡ് 3 ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ബാൻഡ് 1ഉം ബാൻഡ് 2ലുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ along with it ഇപ്പൊ വല്ല ക്രൗണോ ഡെൻച്ചേഴ്സ് അങ്ങനത്തെ വെപ്പ് പല്ല്, ക്രൗണ്, അങ്ങനത്തെ കാര്യങ്ങൾ, ലാബായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ വരുന്നതാണ് ബാൻഡ് 3 ട്രീറ്റ്മെന്റ്. ഓക്കെ, അതിന് £269.30. ഇതാണ് ഒരു ചാർജിനെ പറ്റിയിട്ടുള്ള ഒരു റഫ് ഡീറ്റെയിൽസ്. പിന്നെ ഈ ചാർജ് എന്ന് പറഞ്ഞാൽ എല്ലാ ഏപ്രിലും ഈ ചാർജ് കൂടിക്കൊണ്ടിരിക്കും. അത് കുറയില്ല, കൂടാറേ ഉള്ളൂ. ബട്ട് ഐ ഗെറ്റ് പെയ്ഡ് ദ സെയിം കേട്ടോ. പിന്നെ ഫ്രീ NHS ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതായത് NHS ട്രീറ്റ്മെന്റ്, ഡെന്റൽ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും പെയ്ഡ് അല്ല. ചില കാറ്റഗറി, അതായത് പ്രഗ്നന്റ് ലേഡീസ്, ഈവൻ ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, ഒരു വയസ്സ് വരെ, കുഞ്ഞിനെ 1 വയസ്സാക്കുന്നത് വരെ, പിന്നെ കുട്ടികൾക്ക്, ഇവർക്കൊക്കെ ടാക്സ് ക്രെഡിറ്റ് ഉള്ളവർക്ക്, ഇവർക്കൊക്കെ ഡെന്റൽ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ, അപ്പം ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഓൾവേസ് നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രാക്ടീസിനോട് ചോദിച്ചാൽ അവരെല്ലാ ഡീറ്റെയിൽസും തരും. അതുപോലെ NHS വെബ്സൈറ്റിൽ പോയാലും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്ത മെയിൻ ടോപ്പിക്കിലേക്ക് കയറാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രേണു, ജസ്റ്റ് ഒരു ഇന്ററപ്ഷൻ. കുറെ പേര് അൺമ്യൂട്ട് ഉണ്ട്, കുറെ ഡിസ്റ്റർബിംഗ് നോയ്സസ് ഉണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? പ്ലീസ് രേണു, അല്ലാത്ത എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യോ പ്ലീസ്. ഓക്കെ, കുറെ പേരെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവരൊന്ന് പ്ലീസ് സെൽഫായിട്ടൊന്ന് മ്യൂട്ട് ചെയ്യണം. സോറി റോഷ, എനിക്ക് അത് ഇവിടുന്ന് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ ഇന്ററപ്റ്റ് ചെയ്യാണെന്ന് പറഞ്ഞതാണ്, ബാക്കിയുള്ളവരോട് പറഞ്ഞതാ. ഓക്കെ ഓക്കെ ഓക്കെ, ഓ ഇറ്റ്സ് ഓക്കെ. കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇപ്പോ? I think you can continue now. Yeah. All right. Okay. Thank you, Rosh. ഇപ്പൊ നമ്മളെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ദന്തസംബന്ധമായ രോഗങ്ങൾ. ഓക്കെ, ഒരുപാടുണ്ട്, പക്ഷെ ഐ കാൻ കവർ എവറിത്തിങ്, അത് പോസിബിളേ അല്ല. അപ്പൊ ഞാൻ വളരെ സെലക്റ്റീവ് ആയിട്ട് കുറെ പേര് എന്നോട് ചോദിച്ചതും അറിയാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ വൈഡ് ടോപ്പിക്. 3 തരം പ്രോബ്ലംസ് ആണ് ഇവിടെ ഞാൻ മെയിൻലി പറയാൻ വിചാരിക്കുന്നത്. ഒന്ന് സെൻസിറ്റിവിറ്റി. ഓക്കെ, രണ്ടാമത്തത് ഡെന്റൽ കേരീസ് അല്ലെങ്കിൽ ഹോൾസ് ഓൺ ദ ടീത്ത്, അല്ലെങ്കിൽ എന്താ പല്ലിന് വരുന്ന കേട്. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ പെരിയോഡോണ്ടൈറ്റിസ്, ഗം ഡിസീസ് അല്ലെങ്കിൽ മോണ സംബന്ധമായ രോഗങ്ങൾ. ഓക്കെ, അപ്പൊ ആദ്യത്തത് നമ്മൾ ഇതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ അതൊന്ന് ഒരു സ്ലൈഡ് ഇട്ടുന്നേ ഉള്ളൂ. ഒരു ബേസിക് ടൂത്ത് സ്ട്രക്ചർ, ഒരു പല്ലിന്റെ സ്ട്രക്ചർ എന്താന്ന് അറിയുന്നത് ജനറലി നല്ലതാണ്. ഓക്കെ, അതാണ് ഈ പിക്ചറിൽ കാണുന്നത്. ആസ് യു ക്യാൻ സീ, ഇതാണ് ഒരു പല്ല്. ഈ പല്ലിന് 3 ലെയേഴ്സ് ആണ്, 3 ലെയർ ആണ് പല്ലിനുള്ളത്. ഏറ്റവും പുറത്തുള്ളതാണ് ഇനാമൽ. ഓക്കെ, ദാറ്റ്സ് എ ഹാർഡസ്റ്റ് ലെയർ, ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള ലെയർ ആണ്. അതിന്റെ പക്ഷെ ഈ ലെയറിൽ ഒരു നെർവ്സോ, ഞരമ്പുകളുടെ പ്രസൻസോ, ബ്ലഡ് വെസൽസോ, രക്തക്കുഴലോ അങ്ങനത്തെ ഒരു സാധനവും ഇല്ല. ഓക്കെ, അത് ജസ്റ്റ് ഒരു ഹാർഡ് ലെയർ ആണ്. രണ്ടാമത്തെ ലെയർ ഈ മഞ്ഞ കളറിൽ കാണുന്നതാണ് ഡെന്റീൻ. ഡെന്റീനിലാണ് നെർവ്സിന്റെ പ്രസൻസ് ഉള്ള. നെർവ്സ് കാണുന്നത് ഈ ഏരിയയിലാണ്. ഓക്കെ, താഴെ കാണുന്നത് പൾപ്പ്, ഈ റെഡ് കളറിലുള്ള, ദാറ്റ്സ് ദ ഹാർട്ട് ഓഫ് ദ ടൂത്ത്. അതിലാണ്
രക്തക്കുഴലുകളും ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പല്ലിന്റെ ലൈഫ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ പൾപ്പ്. ഓക്കെ, പിന്നെ പല്ലിന് ചുറ്റുമായിട്ട് ബോൺ ഉണ്ട്, ഈ കാണുന്ന പോലെ ബോൺ ഉണ്ട്, പിന്നെ ഗംസും ഉണ്ട്. ഓക്കെ, മോണ. ഇതാണ് ഒരു ബേസിക് ടൂത്ത് സ്ട്രക്ചർ. കാരണം ഇനി ഞാൻ ഇങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്ലൈഡ് ഇട്ടത്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓക്കെ, ആദ്യത്തെ ടോപ്പിക് സെൻസിറ്റിവിറ്റി. എന്താണ് സെൻസിറ്റിവിറ്റി? എനിക്ക് തോന്നുന്നു സെൻസിറ്റിവിറ്റി എന്താണെന്ന് അറിയാത്ത ഒരാളും നമ്മളുടെ ഇടയിൽ ഉണ്ടാവില്ല. എനിക്ക് ഉണ്ട്, ഐ ഹാവ് സെൻസിറ്റിവിറ്റി. അതിശക്തമായി തോന്നുന്ന ഒരു പല്ലിന്റെ പുളിപ്പ്, അങ്ങനെ പറയാം നമുക്ക് സെൻസിറ്റിവിറ്റീനെ. ഓക്കെ, ഇതൊരു പല്ലുവേദനയല്ല. നമ്മൾ തണുത്ത വല്ല കാര്യങ്ങളോ, ഐസ്ക്രീം, ഐസ് കോൾഡ് വാട്ടർ, ഇതൊക്കെ കഴിക്കുമ്പം അത് പല്ലുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ വേണ്ടുന്ന ആ ഷാർപ്പ് പെയിൻ, അതാണ് സെൻസിറ്റിവിറ്റി. എന്താണ് ഈ സെൻസിറ്റിവിറ്റിന്റെ കാരണം? ജനറലി പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ കാട്ടിയ സ്ലൈഡില്, ഇപ്പൊ ഈ സ്ലൈഡില് ഇനാമൽ എന്ന് പറഞ്ഞ ലെയറിന് വരുന്ന എന്തും സെൻസിറ്റിവിറ്റി ദോഷവും സെൻസിറ്റിവിറ്റി ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക്. ഓക്കെ, മെയിൻലി 2 റീസൺസ് ആണ് ഉള്ളത്. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ദന്തക്ഷയം, ഡെന്റൽ കേരീസ്. ഓക്കെ, ആ ഇനാമലിൽ വരുന്ന ഏതൊരു കേരീസും അത് കുറച്ച് താന്ന് നമ്മൾ ഡെന്റീൻ 2ാമത്തെ ലെയറിൽ എത്തുമ്പോഴേക്കും നെർവ്സ് അത് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ സെൻസിറ്റിവിറ്റി ഉണ്ടാകും. ഓക്കെ, അതാണ് ആദ്യത്തെ കാരണം. 2ാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇനാമല് വെയർ ഓഫ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഇനാമലിൽ ദ്രവിച്ചു പോകുന്നു. എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ? 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അബ്രഷൻ. ഇപ്പൊ നിങ്ങൾ ഹാർഡ് ബ്രിസിൽഡ് ആയിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷ് വെച്ച് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ, ഹാർഡായിട്ട് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ ഇനാമൽ വേറെ ഇത് പോകും, ഇനാമൽ അത് തേഞ്ഞ് പോകും. അപ്പം അബ്രഷൻ എന്നാണ് ആ സിറ്റുവേഷന് പറയാം, സെൻസിറ്റിവിറ്റി ഉണ്ടാകും. 2ാമത്തെന്ന് പറഞ്ഞാൽ അട്രീഷൻ. അട്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല്ലും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ, ക്ലെൻച്ചിങ്, ഗ്രൈൻഡിങ്, ഇങ്ങനെ കടിക്കുകയൊക്കെ ചെയ്യുമ്പം, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലെൻച്ച് ചെയ്യും, ചിലർ ഉറങ്ങുമ്പോ ഒക്കെ ഗ്രൈൻഡ് ചെയ്യും. അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ ഇനാമൽ പെട്ടെന്ന് വേറെ ഇത് പോകും. അത് സെൻസിറ്റിവിറ്റിയിൽ അവസാനിക്കും. ലാസ്റ്റ് റീസൺ ഇറോഷൻ. ഞാൻ ഏറ്റവും വറീഡ് ആവുന്ന ഈ റീസൺ ആണ്. കാരണം ഇതൊക്കെ ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇറോഷൻ എന്ന് പറയുന്നത് ഇനാമല് വേറെ ചെയ്യുന്നു. എന്തുകൊണ്ട്? ആസിഡുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ. അപ്പൊ എങ്ങനെയാണ് ഒരു ആസിഡുമായിട്ട് കോണ്ടാക്ട് വരുന്നത്? അതിന് 2 റീസൺസ് ആണ് ഉള്ളത്. ഇൻട്രിൻസിക്, നമ്മൾ തന്നെ കോസ് ചെയ്യുന്നത്. അതായത് ചില അസുഖങ്ങൾ, ബുളീമിയ, ഗ്യാസ്ട്രിക് റീഫ്ലക്സ്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രഗ്നൻസി, ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വയറ്റിലുള്ള ആസിഡ്സ് വായിലേക്ക് എത്തുകയും അത് വായില് പല്ലുമായിട്ട് കോണ്ടാക്ട് വരുന്നു. ഓക്കെ, ഇത് മിക്കതും രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെയാണ് സംഭവിക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇനാമല് മെൽറ്റ് ചെയ്തു പോകുന്നു, ആ ആസിഡ് അതിനെ നശിപ്പിച്ച് കളയുന്നു. അപ്പൊ അത് സെൻസിറ്റിവിറ്റിയിൽ അവസാനിക്കും. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാല് നമ്മളെ ശരീരമല്ല, പുറത്തുനിന്നുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പൊതുവായി കാണുന്ന ഇങ്ങനത്തെ പെപ്സി, കൊക്കക്കോള, അങ്ങനത്തെ ഒക്കെ ഡ്രിങ്ക്സ് കുടിക്കുക എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ഹൈ ആസിഡ് കണ്ടന്റ്. ഇപ്പൊ ഈ ഷുഗർ ഫ്രീ എന്നൊക്കെ പറയുന്ന ഡ്രിങ്ക്സ് ആണ്, ഷുഗർ ഇല്ലാന്നേ ഉള്ളൂ, ആസിഡ് ഒക്കെ അതേപോലെ തന്നെ എല്ലാ ഡ്രിങ്കിലും ഉണ്ട്. അപ്പൊ ഈ പെപ്സി, കൊക്കക്കോള ഇങ്ങനത്തെ ഒക്കെ ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ അതിലുള്ള ആസിഡ്സ് പല്ലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇനാമലിന് നഷ്ടപ്പെടുന്നു. അങ്ങനെയാണ് ഇറോഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി എങ്ങനെ ഇത് നമുക്ക് മാനേജ് ചെയ്യാം? വെൽ, ഇനാമല് ലൂസ് ചെയ്ത് പോയാൽ ഇറ്റ്സ് ലോസ് ഫോർ എവർ. അത് പിന്നെ നമുക്ക് തിരിച്ചുണ്ടാക്കി കൊണ്ടുവരാനൊന്നും പറ്റൂല. പക്ഷെ നമുക്ക് അതിന്റെ പ്രോഗ്രസ് അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാതെ നമുക്കൊരു വിധമൊക്കെ അതിനെ തടഞ്ഞു നിർത്താൻ പറ്റും. അപ്പൊ നിങ്ങളൊരു ഹാർഡ് ബ്രിസിൽ ടൂത്ത് ബ്രഷ് ആണെങ്കിൽ ഫസ്റ്റ് ഒരു സോഫ്റ്റ് ബ്രിസിൽ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങൾ വറീഡ് ആണോ, ഞാൻ ഒരുപാട് പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ദർ ഇസ് ഓൾവേസ് ലൈക്ക് പ്രഷർ ഇൻഡിക്കേറ്റിംഗ് ടൂത്ത് ബ്രഷസ്. ഇലക്ട്രിക് ടൂത്ത് ബ്രഷസ് പോലെ തന്നെയാണ് അത്. ഇങ്ങനെ പല്ലിന്റെ മേലെ ഒരുപാട് പ്രഷർ വെച്ച് നിങ്ങൾ ബ്രഷ് ചെയ്താൽ അത് ബീപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇതല്ല, ഇത്രയും പാടില്ല, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, മൗത്ത് ഗാർഡ്. അതെന്ന് പറഞ്ഞാൽ ഈ ബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇടുന്ന ഒരു പ്ലാസ്റ്റിക് ഷീൽഡിന്റെ അതിൻ്റെ ഉള്ളിൽ അതേപോലത്തെ ഒരു സാധനമാണ്. പക്ഷെ ഇറ്റ് ഇസ് മെയ്ഡ് ബൈ എ ഡെന്റിസ്റ്റ്. അത് പല്ലിന്റെ മേലെ നമുക്ക് വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. അത് വെച്ച് കടന്നാൽ ഈ ഗ്രൈൻഡിങ് ഒക്കെ ഉള്ളവർക്ക് അതൊരുപാട് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അതൊരു ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയൻസ് ആണ്. അത് പല്ലുകൾ തമ്മിലുള്ള കോണ്ടാക്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും. നമ്മുടെ ബ്രെയിനിലേക്ക് കിട്ടുന്ന മെസ്സേജസ് ഉണ്ടാകില്ല. അങ്ങനെ നമ്മൾ തന്നെ അത് റിലീവ് ചെയ്യും. ഓക്കെ, അതാണ് മൗത്ത് ഗാർഡ്. ഇറ്റ്സ് മെയ്ഡ് ബൈ എ ഡെന്റിസ്റ്റ്. അതുകൊണ്ട് നിങ്ങളൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് തന്നെ വിസിറ്റ് ചെയ്യണം ഇങ്ങനത്തെ കാര്യത്തിന്.
പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞത് അട്രീഷൻ, അതായത് പല്ലും നമ്മൾ ഗ്രൈൻഡിങ്, ക്ലഞ്ചിങ്, അതിനൊക്കെയുള്ള വേറൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആണ്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് സ്ട്രെസ് റിലീവ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം അതും സഹായിക്കും. ഓക്കെ, യോഗ, മെഡിറ്റേഷൻ, ഇതൊക്കെ നോർമലി സ്ട്രെസ് റിലീവിങ് മെഷേഴ്സ് ആയിട്ടാണ് പറയുന്നത്. പക്ഷെ ഇത് നമ്മളെ ഇതിന്റെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ട്രെസ് ആണെങ്കിൽ സംടൈംസ് യു വിൽ നീഡ് ഹെൽപ്പ് ഫ്രം എ ഡോക്ടർ, ഒരു ഡോക്ടർ സഹായം വേണ്ടി വരും. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഡോക്ടറെ പോയി കാണുക രക്ഷയുള്ളൂ. പിന്നെ ഇറോഷൻ, അതായത് ആസിഡും കൊണ്ടാണ് വരുന്നതെങ്കിൽ ഇപ്പൊ സ്വതവേ ഇങ്ങനത്തെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇല്ലേ, പെപ്സി, കൊക്കക്കോള, അങ്ങനത്തെ ഒക്കെ ഡ്രിങ്ക്സ് മാക്സിമം കുറക്കുക. അഥവാ നിങ്ങൾ അങ്ങനത്തെ ഒക്കെ കുടിക്കാൻ, ഇപ്പൊ ഞാൻ കുടിക്കാറുണ്ട്, അപ്പൊ നമ്മൾ എങ്ങനെ കുടിക്കേണ്ടത്, ടോട്ടലി ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല, അതാരും കേൾക്കാൻ നിൽക്കില്ല. അപ്പൊ അഥവാ കുടിക്കുകയാണെങ്കിൽ തന്നെ ഒരു സ്ട്രോ ഉപയോഗിച്ചോ മാക്സിമം പല്ലിലുള്ള കോണ്ടാക്ട് കുറക്കാൻ നോക്കുക, സ്ട്രോ ഉപയോഗിച്ച് കുടിക്കുക. അല്ലെങ്കിൽ കുടിച്ച ഉടനെ തന്നെ നിങ്ങൾ അത് വാഷ് ചെയ്ത് കളയുക. ജസ്റ്റ് ഒരു ടാപ്പ് വാട്ടർ വെച്ചിട്ട് ഒന്ന് വായി കൊപ്പിളിച്ച് കളഞ്ഞാൽ അത് ആസിഡ് അപ്പൊ തന്നെ വാഷ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനത്തെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉപയോഗിക്കുക. പിന്നെ ഗ്യാസ്ട്രിക് റീഫ്ലക്സ് പ്രോബ്ലം, ബുളീമിയ, അങ്ങനത്തെ ഒക്കെ അസുഖം ഉള്ളവരാണെങ്കിൽ ഇതുകൊണ്ടൊന്നും പറ്റില്ല, ഡോക്ടേഴ്സിന്റെ ഹെൽപ്പ് തന്നെ വേണ്ടി വരും. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷുഗർ ഫ്രീ ച്യൂയിങ് ഗംസ്. ആബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആണ്. കാരണം ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സലൈവന്റെ ഫ്ലോ, ഓക്കെ, ഈ ഷുഗർ ഫ്രീ പ്രത്യേകം നോക്കണം, ഇറ്റ് ഷുഡ് ബി ഷുഗർ ഫ്രീ. സലൈവറി ഫ്ലോ ഒക്കെ കൂട്ടും. ഈ സലൈവ എന്ന് പറയുന്നത് ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിൽ തന്നെയുള്ള കാൽസ്യം, ഫോസ്ഫറസ്, അങ്ങനത്തെ ഫോസ്ഫേറ്റ്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പല്ലിന്റെ മേലെ ഡെപ്പോസിറ്റഡ് ആയിട്ട് പല്ലിന്റെ ഇനാമലിന് ശക്തി കൂട്ടും. ഓക്കെ, അപ്പൊ ഷുഗർ ഫ്രീ ച്യൂയിങ് ഗംസ് ഉപയോഗിക്കുക. പിന്നെ ഇത് ചിലപ്പോൾ നിങ്ങൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി കഴിയുമ്പോൾ ഫ്ലൂറൈഡ് എത്രത്തോളം ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെന്ന് അവർ അസസ് ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഹൈ ലെവൽ ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യും. ഇവിടെ നമ്മൾ സാധാരണ കൊടുക്കാറ് ഡ്യൂറഫാറ്റ് എന്ന് പറഞ്ഞൊരു ടൂത്ത് പേസ്റ്റ് ആണ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഡെന്റിസ്റ്റ് ചിലപ്പോൾ ഇനി കൂടുതൽ ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ അങ്ങനത്തെ ഒരെണ്ണം പ്രിസ്ക്രൈബ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക്, സോറി ഞാൻ ഭയങ്കര ക്വിക്കാന്ന് തോന്നുന്നു. എനിവേ, ഡെന്റൽ കേരീസ്. എന്താണ് ഡെന്റൽ കേരീസ്? ഡെന്റൽ കേരീസ് എന്ന് പറഞ്ഞാൽ പല്ലിന് വരുന്ന കേട് അല്ലെങ്കിൽ ദന്തക്ഷയം. ഇതിലേക്ക് കൂടുതലായിട്ട് പോകുന്നതിന്റെ മുന്നേ ഈ രണ്ട് ടേംസ് ഞാനൊന്ന് ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ കേട്ടോ. പ്ലാക്ക്, കാൽക്കുലസ്. നമ്മൾ ഒരു ഡെന്റിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു ദിവസം ഒരു 20 വട്ടമെങ്കിൽ ഈ രണ്ട് പേര് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, പ്ലാക്ക്, കാൽക്കുലസ്. അതാണ് നമ്മളുടെ വേഴ്സ്റ്റ് എനിമീസ്. എന്താണ് പ്ലാക്ക്? ഈ പടത്തിൽ കാണുന്ന പോലെ ഇതൊരു പല്ലാണ്. ഈ പല്ലിന്റെ ചുറ്റും കാണുന്ന നമ്മൾ കഴിച്ച ഭക്ഷണ പദാർത്ഥങ്ങളും അതിന്റെ കൂടെ കുറെ ബാക്ടീരിയാസും അതൊക്കെ കൂടി പല്ലിന്റെ പ്രതലത്തിൽ അല്ലെങ്കിൽ സർഫസിൽ വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നതിനാണ് നമ്മൾ പ്ലാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരുടെയും വായിൽ പ്ലാക്ക് ഉണ്ടാവും. അത് എത്രത്തോളം നേരം നിൽക്കുന്നത്, അത് എത്രത്തോളം ഡാമേജ് ചെയ്യുന്നു എന്നുള്ളതാണ് സിഗ്നിഫിക്കൻസ്, അതിനാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി ഇത് ഈ പ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വായി കഴുകി കഴിഞ്ഞാൽ ഈ സാധനം പോകില്ല, അതിന് ബ്രഷിങ് തന്നെ വേണം. ഇനി മര്യാദക്ക് ബ്രഷ് ചെയ്യാതെ അത് അവിടെ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ അത് ഹാർഡൻ ആവും, സീമെന്റ് പോലെ ഭയങ്കര ഹാർഡാവും. അതിനാണ് കാൽക്കുലസ് എന്ന് പറയുക. അൺഫോർച്ചുനേറ്റ്ലി കാൽക്കുലസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാലും അത് പോരില്ല, അതിന് നമ്മൾ തന്നെ വേണം, നമ്മുടെ സ്പെഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് വേണം അതെടുത്ത് കളയാൻ. ഇനി എങ്ങനെയാണ് ഡെന്റൽ കേരീസ് അല്ലെങ്കിൽ ദന്തക്ഷയം, പല്ലിന് എങ്ങനെയാണ് കേട് വരുന്നത്? ഈ സ്ലൈഡിൽ കാട്ടിയ പോലെ ഇറ്റ്സ് എ മൾട്ടി ഫാക്ടോറിയൽ ഡിസീസ്. അതായത് ഈ വട്ടത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഹോസ്റ്റ്, ഈ നീല കളറിൽ കാണുന്ന ഹോസ്റ്റ്, ഒരു പല്ല് വേണം ഇത് നടക്കണമെങ്കിൽ, അല്ലെ? ദാറ്റ്സ് ദ ഹോസ്റ്റ്. ബാക്ടീരിയ, കീടാണുക്കൾ വേണം. ഡയറ്റ്, ഇവർക്ക് കഴിക്കാൻ വല്ല ഭക്ഷണം വേണം, അതാണ് നമ്മളുടെ ഡയറ്റ്. പല്ലിൽ കിടക്കുന്ന ഈ പ്ലാക്ക്. ടൈം, പിന്നെ ഈ സംഭവങ്ങളൊക്കെ, ഈ ഹോൾ പ്രോസസ്സും ഒരു സൈക്കിളാണ്. അത് സംഭവിക്കാനുള്ള ഒരു ടൈമും കൊടുക്കണം. ഇതൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്, സിൻക്രണൈസ്ഡ് ആയിട്ട് നടക്കുമ്പോഴാണ് ഡെന്റൽ കേരീസ് അല്ലെങ്കിൽ ദന്തക്ഷയം ഉണ്ടാകുന്നത്. അപ്പൊ പല്ലിന്റെ കേട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ഈ വട്ടത്തിലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതായത് പല്ല് ക്ലീൻ ആക്കി വെക്കുക, നമ്മുടെ ഡയറ്റ് ശ്രദ്ധിക്കുക, ഇതൊക്കെ നടക്കാനുള്ള സമയം കൊടുക്കാതിരിക്കുക. അത് എങ്ങനെ നമ്മൾ ബ്രഷ് ചെയ്ത് കളയുക. ഓക്കെ, അത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കേരീസ് പ്രിവെൻഷൻ, എങ്ങനെ നമുക്ക് പല്ലിന്റെ കേട് പ്രിവെന്റ് ചെയ്യാം, അത് സംഭവിക്കാതെ നോക്കാം. ഒരു 3 അപ്രോച്ചസ് ആണ്. അതായത് സ്ട്രെങ്തൻ ദ ടൂത്ത്, നമ്മൾ ഉള്ള പല്ല്
അത് ഒരു ശക്തിയായിട്ട് ഒരു ബലമുള്ള പല്ലാക്കി വെക്കുക. അഡിക്വേറ്റ് റിമൂവൽ ഓഫ് പ്ലാക്ക്, ആ പല്ലിന്റെ മേലെ അടിഞ്ഞു കൂടിയിട്ടുള്ള പ്ലാക്ക് എത്രയും വൃത്തിയാക്കാൻ കഴിയുന്നോ അത്രയും നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് അത് കളയുക. ഡിക്രീസ് ദി അവൈലബിലിറ്റി ഓഫ് പ്ലാക്ക് സബ്സ്ട്രേറ്റ്, അതായത് അത് ഫുഡ് ഡെപ്പോസിറ്റ് ചെയ്യാതെ നോക്കുക. പിന്നെ ഡയറ്റും ഡെന്റൽ കേരീസും പല്ലിന് വരുന്ന കേടും നമ്മളുടെ ഡയറ്റും തമ്മിൽ ഒരു ഭയങ്കര റിലേഷൻ ആണ്. നമ്മളുടെ ഡയറ്റ് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും ഒരുപാട് ഡെന്റൽ കേരീസ് പല്ലിന് വരുന്ന കേടും. ഓക്കെ, ഷുഗറി ആൻഡ് സ്റ്റിക്കി ഫുഡ്, ദാറ്റ്സ് ദ വേഴ്സ്റ്റ് എനിമി. ഓക്കെ, പല്ലുകളുടെ ഏറ്റവും വേഴ്സ്റ്റ് എനിമിയാണ്. എല്ലാ ഡയറ്റും ഡെന്റൽ കേരീസ് ഉണ്ടാക്കില്ല, പല്ലിന് കേടുണ്ടാക്കില്ല. മധുരമുള്ള ഭക്ഷണ സാധനങ്ങൾ, അത് ഫുഡായാലും ഡ്രിങ്ക്സ് ആണെങ്കിലും തന്നെ that's not good for teeth. ഓക്കെ, പ്രത്യേകിച്ച് സ്റ്റിക്കി ഫുഡ്, പറ്റി പിടിച്ചിരിക്കുന്ന ബിസ്ക്കറ്റ്സ്, ക്രിസ്പ്, അങ്ങനത്തെ ചിപ്സ്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ പല്ലിന്റെ മേലെ, ഷുഗർ മാത്രമല്ല പല്ലിന്റെ മേലെ ഒരുപാട് നേരം പറ്റി പിടിച്ച് കിടക്കുക. അപ്പൊ അത് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സലൈവക്കൊന്നും അത് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെയൊക്കെ ഫുഡാണ് കൂടുതൽ ഡേഞ്ചറസ്. പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ഡയറ്റ് ഫ്രീ കോക്ക് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഹൈ എമൗണ്ട് ഓഫ് ഷുഗറും ഉണ്ട്, ആസിഡും ഉണ്ട്. അപ്പൊ ഈ ആസിഡ് എന്ന് പറഞ്ഞാൽ പല്ലിന്റെ ഇനാമലിനെ വീക്കൻ ചെയ്യും ഫസ്റ്റ് ഓഫ് ഓൾ. അതിന്റെ കൂടെ കുറെ ഷുഗറും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, ഏറ്റവും എളുപ്പത്തിൽ ബാക്ടീരിയസിന് പല്ല് അത് വീക്കൻ ചെയ്യാനും പല്ലിന് കേടുണ്ടാക്കാനും കഴിയും. ഓക്കെ, അപ്പൊ അതാണ്, ദാറ്റ്സ് എ വേ വി ക്യാൻ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇനി മാനേജ്മെന്റ് എങ്ങനെയൊക്കെ നമുക്ക്, എങ്ങനെ ഒരു ക്യാവിറ്റി വന്നാൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം. അതിനു മുന്നേ എന്തൊക്കെ ടൈപ്പ് ക്യാവിറ്റീസ് ആണ് പല്ലുമേല് വരിക എന്ന് നോക്കാം. ഇനാമൽ, ഡെന്റിനൽ കേരീസ് ആൻഡ് ഗോയിങ് ഇൻ ടു ദ പൾപ്പ്. ഓക്കെ, എന്താണ് ഇനാമൽ കേരീസ്? ആ ഇനാമൽ, ആ വെള്ള ഭാഗത്ത് വരുന്ന പല്ലിന്റെ കേടിനെയാണ് നമ്മൾ ഇനാമൽ കേരീസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി വലിയ കുഴപ്പമുള്ള കാര്യമല്ല, കാരണം ഇത് നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് ഡെന്റിസ്റ്റ് പറയുകയാണെങ്കിൽ അധികം ആഴത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു വിധമൊക്കെ ഇതിന്റെ ഫ്ലൂറൈഡ്, നല്ല ഹൈ എമൗണ്ട് ഓഫ് ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റും നല്ല ഓറൽ ഹൈജീനും ദന്ത സംരക്ഷണത്തിന് കുറെ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് റിവേഴ്സിബിൾ ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന ടൈപ്പ് കേരീസിനെയാണ് അറസ്റ്റഡ് കേരീസ് എന്ന് പറയാം. ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അത് നമുക്ക് ജസ്റ്റ് മോണിറ്റർ ചെയ്താൽ മതി, നിരീക്ഷണത്തിൽ വെച്ചാൽ മാത്രം മതി. ഇനി അഥവാ ഇത് ഇങ്ങനെ കിടന്ന് ഒന്നും ചെയ്തില്ല, ആരും നിങ്ങൾ ഡെന്റിസ്റ്റ് ഒന്നും അടുത്ത് പോയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താഴേക്ക് പോയി ഈ ഡെന്റീന്റെ അടുത്ത് വരും. ഓക്കെ, ഡെന്റീന്റെ അടുത്ത് വന്ന് ഒരു രക്ഷയില്ല, എന്തായാലും ഫില്ലിങ് വേണം. ഓക്കെ, കാരണം നിങ്ങൾക്ക് അത് പെയിൻ ആയിട്ട് ഫീൽ ചെയ്യും. ഇനി അങ്ങനത്തെ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സിൽവർ കളേർഡ് ഫില്ലിങ്സ് അല്ലെങ്കിൽ അമാൽഗം ഫില്ലിങ്സ് ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് കളേർഡ് ഫില്ലിങ്സ്, അതിനാണ് റെസിൻ റെസ്റ്റോറേഷൻസ്. ഇതിലേതെങ്കിലും ചെയ്യാം. നോർമലി ഈ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ ബാക്കിലുള്ള പല്ലുകൾക്ക് നമ്മൾ സിൽവർ കളേർഡ് ഫില്ലിങ്സ് ആണ് വെക്കാറ്. വൈറ്റ് വേണമെങ്കിൽ ചിലപ്പം എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി അഥവാ ഈ റൂട്ട്, ഈ വേരുടെ ഭാഗത്ത്, പല്ലുകളുടെ വേരുകളുടെ ഭാഗത്ത് വരുന്ന ആ കേരീസ് അല്ലെങ്കിൽ കേടിനെയാണ് റൂട്ട് കേരീസ് എന്ന് പറയുക. ഇതൊന്നെങ്കിൽ കുഴപ്പമില്ലാത്തതാണെങ്കിൽ നമുക്ക് നിരീക്ഷണത്തിൽ വെക്കാം, വളരെ ഡീപ്പാണെങ്കിൽ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലൂറൈഡ് ട്രീറ്റ്മെന്റ് ഒക്കെ വെച്ച് ജസ്റ്റ് മോണിറ്റർ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തതും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് കേരീസ് ഇൻവോൾവിങ് ദ പൾപ്പ്. അതായത് ഡെന്റീനിലെ കേരീസ് ഒന്നും ചെയ്തില്ല, അതവിടെ വെച്ച് പല്ലുവേദന വന്ന് കുറെ മെഡിസിൻസ് ഒക്കെ എടുത്ത് അതങ്ങനെ പോയി, അത് പക്ഷെ സ്വന്തം അത് നിൽക്കില്ല, അത് താഴേക്ക് പോയി പൾപ്പിലേക്ക്, ഹാർട്ട് ഓഫ് ദ ടൂത്തിലേക്ക് പോയി കഴിയുമ്പോഴാണ് പ്രശ്നം വരിക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ യാതൊരു രക്ഷയുമില്ല, നല്ല പല്ലുവേദനയായിരിക്കും. അത് ഒരു ഫില്ലിങ് കൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് ആ ടൂത്തിനെ റിക്കവർ ചെയ്യാൻ സാധിക്കില്ല. അതിനെന്തായാലും പ്രോപ്പർ ട്രീറ്റ്മെന്റ് വേണം. ആ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈതർ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് RCT അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ, പല്ല് പറിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ഇനാമൽ കേരീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇവിടെ നെർവ് സപ്ലൈ ഇല്ല, ഇനാമലിന്റെ ഭാഗത്ത് നെർവ് സപ്ലൈ ഇല്ല. അവിടെയാണ് റെഗുലർലി നിങ്ങൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നതിന്റെ ഇമ്പോർട്ടൻസ്. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, പക്ഷെ ഞങ്ങൾക്ക് അത് കാണാൻ കഴിയും. ഞങ്ങൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അതിലുള്ള വ്യത്യാസം കാണാം. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞങ്ങൾ പറയും, നോക്കും, പേഷ്യന്റിന്റെ അടുത്ത് പറയും എത്രത്തോളം ഡെപ്തിലാണ് നമുക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റണം, നമുക്ക്
മോണിറ്റർ ചെയ്യാം. ഇല്ല, ഇത് കുറച്ച് ഡെപ്ത് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഫില്ലിങ് അഡ്വൈസ് ചെയ്യും. ആ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ഫില്ലിംഗ് ആണ്, അത് അധികം താഴേക്ക് പോയിട്ടില്ല. നിങ്ങൾ ഓൺ നാച്ചുറൽ ടൂത്ത് സ്ട്രക്ചർ എത്രത്തോളം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം നമുക്ക് അതിനെ സംരക്ഷിക്കാൻ പറ്റും. ഇതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴാണ് അത് താഴേക്ക് പോയിട്ട് കൂടുതൽ പ്രശ്നത്തിലേക്ക് വരുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ പലരും അറിയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. ഒരുവിധം എല്ലാവർക്കും റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഉണ്ടായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. സോ ഐ നോ ഹൗ ഇറ്റ് ഈസ് ബിഫോർ ഐ വാസ് എ ഡെന്റിസ്റ്റ്. അപ്പം ഇത് മാത്രം ഒന്ന് 2-3 ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തത് കാരണം ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിനെ പറ്റി ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ എന്താണ് RCT? ഞാൻ പറഞ്ഞ പോലെ ഈ കേട് പൾപ്പിലേക്ക് പോയി കഴിയുമ്പം ഏറ്റവും ഉള്ളിലുള്ള ലെയറിലേക്ക് പോയി കഴിയുമ്പോഴാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വേണ്ടി വരിക. അതായത് നമുക്ക് ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ പൾപ്പ് വന്നിട്ടുള്ള ആ പൾപ്പ് ടിഷ്യൂനെ എടുത്ത് കളയണം. അതാണ് റിമൂവൽ ഓഫ് ദ ഇൻഫെക്റ്റഡ് ടിഷ്യൂ. അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ആ ഉള്ള സ്പേസ് ആ പൾപ്പൽ സ്പേസ് നന്നായി ക്ലീൻ ചെയ്യണം. അവിടെ നമുക്ക് ഇനി ഒരു റിമൈനിങ്സും വേണ്ട, അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയണം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ വെറുതെ വെക്കാൻ പറ്റില്ല. യു ഹാവ് ടു ഫിൽ ഇറ്റ്. അത് നല്ലൊരു ഫില്ലിംഗ് കൊടുത്ത് ഇനി ബാക്ടീരിയാസിനൊന്നും കയറാൻ പറ്റാത്ത വിധത്തിൽ അത് ഫില്ല് ചെയ്ത് വെക്കുക. അതാണ് 3rd സ്റ്റേജ് ഓഫ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. ഇത് കഴിഞ്ഞാൽ യു നീഡ് ടു പുട്ട് എ ഫില്ലിംഗ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. ഒരു റെസ്റ്റോറേഷൻ, ഒരു നല്ല പ്രോപ്പർ ഫില്ലിംഗ്, ഒരു കവറേജ്, ഒരു ക്രൗൺ ആ പല്ലിന് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇനിയും ബാക്ടീരിയ അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ അതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് സ്ലൈഡ്സ്, ഫോട്ടോഗ്രാഫ്സും എക്സ്റേസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ഓൺ പേഷ്യൻ്റ് ആണ്, എൻ്റെ അടുത്ത് വന്ന ഒരു പേഷ്യൻ്റ് ആണ്. ഈ ലേഡി എന്ന് പറഞ്ഞാൽ ഷീസ് ഇൻ ഏർലി 20s, 23 years ആയിട്ടേ ഉള്ളൂ. അവർ വന്ന് ഭയങ്കര പല്ലുവേദന. അപ്പൊ അവർ എൻ്റെ അടുത്ത് കാട്ടി ഈ പല്ലാണ് വേദന. ഷീ ഷോഡ് മീ ദ ടൂത്ത്. ഇത് തന്നെയാണ് വേദന. വേദന എന്ന് പറഞ്ഞാൽ ഷാർപ്പാണ്, കണ്ടിന്യൂസ് ആയിട്ട് വേദനയാണ്, ഇവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നു, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എൻ്റെ ഡേ ടു ഡേ ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. റിയലി ബാഡ് പെയിൻ. അങ്ങനത്തെ ഒരു ഇതുമായിട്ട് സിംറ്റമോ ആയിട്ടാണ് ഈ പേഷ്യന്റ് എൻ്റെ അടുത്ത് വന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം ആണ്. ഡെന്റിസ്റ്റ് എന്ന നിലയിൽ ഒരു പേഷ്യന്റ് ഈ പല്ലാണ് എനിക്ക് വേദന എന്ന് പറഞ്ഞ് കാട്ടിയാൽ അതൊരു ഗുഡ് സൈനേ അല്ല. കാരണം ഈ ഏർലി ആയിട്ടുള്ള പല്ലിന് വരുന്ന കേടില് ശരിക്കും നിങ്ങൾക്ക് ഏതാ പല്ല് എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ പല്ലായിരിക്കും ചിലപ്പോൾ കാരണം. പക്ഷെ പേഷ്യന്റ് വരാം, അയ്യോ എന്റെ മേലത്തെ പല്ല് ഭയങ്കര വേദന, ഡോക്ടറെ ഒന്ന് നോക്ക്. പക്ഷെ മേലത്തെ പല്ലിന് ഒരു കുഴപ്പമുണ്ടാവില്ല, താഴത്തെ പല്ലായിരിക്കും പ്രശ്നം. അതാണ് ഈ ഏർലി വരുന്ന തുടക്ക സ്റ്റേജിൽ പല്ലിന്റെ കേടിന്റെ തുടക്ക സ്റ്റേജിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏത് പല്ലാന്ന് കണ്ടുപിടിക്കാൻ. അത് ശരിക്കും ഒരു ടാക്ട്ഫുൾ തിങ് ആണ്. നമുക്ക് കുറെ എക്സ്റേ ഒക്കെ എടുത്ത് അല്ലാതെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ പേഷ്യന്റ് പറയും ഇത് തന്നെയാണ് പല്ലെന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോ അത് പൾപ്പിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ പ്രിലിമിനറി ചെക്കപ്പ് ഒക്കെ ചെയ്ത് എക്സ്റേ ഒക്കെ ചെയ്ത് കുറെ അല്ലാത്ത ടെസ്റ്റ് ഒക്കെ, വൈറ്റാലിറ്റി, അതിന്റെ ലൈഫ് നോക്കുന്ന ടെസ്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കിയപ്പോ ഇതാണ് കണ്ടത്. അപ്പൊ ഈ പല്ല് ഒരു 3 മാസം മുന്നേ ഫില്ല് ചെയ്തിട്ടേ ഉള്ളൂ, ഡീപ്പ് ഫില്ലിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ബാക്ക് ടീത്ത് ആണ് കേട്ടോ, രണ്ടാമത്തെ അണപ്പല്ല്, മോള, രണ്ടാമത്തെ പല്ല്. ഇതിലൊന്ന് ഞാൻ റഫായിട്ട് കാട്ടിത്തരാം. ഇതിന്റെ മുന്നിലുള്ള ഈ പല്ലിൽ നിങ്ങൾ നോക്കിയാൽ ഈ ലെയർ ആണ് ഇനാമൽ. ഏറ്റവും പുറത്തുള്ള ലെയർ. then is the second layer, ഡെന്റീൻ. ഈ ഡെന്റീൻ എന്ന് പറഞ്ഞ സാധനമാണ് ഈ ലൈറ്റ് ഗ്രേ കളറിൽ കാണുന്നത്. പിന്നെ ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് പൾപ്പ് ഓഫ് ദ ടൂത്ത്. അതേപോലെ തന്നെ ഈ പല്ലിൽ നോക്കിയാൽ ഇതാണ് ഫില്ലിങ്. ഈ വെള്ള കളറിൽ കാണുന്ന ഫില്ലിങ് ഓൾമോസ്റ്റ് ഈ പൾപ്പിന്റെ മേലെ ഇരിക്കുകയാണ്. അപ്പൊ അതാണ് പ്രശ്നം. അത് ഭയങ്കര ഡീപ്പാണ്, ഇൻഫെക്ഷൻ ഒക്കെ പൾപ്പിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നം. നിനക്ക് 2 ഓപ്ഷൻ ആണ് ഉള്ളത്. ഒന്നെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ. ഒബിയസ്ലി 22 വയസ്സും കണ്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. അവർ പറഞ്ഞു വേണ്ട, എന്റെ പല്ല് പറിക്കേണ്ട, എനിക്ക് RCT മതി. അങ്ങനെ നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറെ പേര് ചോദിക്കുക RCT പെയിൻഫുൾ പ്രൊസീജിയർ ആണ്. വെൽ, RCT വൺ ഓഫ് ദ മോസ്റ്റ് പെയിൻലെസ് പ്രൊസീജിയർ എന്നാണ് ഞാൻ പറയാം. എങ്ങനെ അത് നന്നായിട്ട് അനസ്തറ്റൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ആ പല്ല് നന്നായിട്ട് തരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു വേദനയില്ലാത്ത പ്രൊസീജിയറാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. നമ്മൾ പറഞ്ഞാല് ഇപ്പൊ ഈ പല്ലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ നെർവിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പൊ യു വോണ്ട് ഫീൽ എനിത്തിങ്, ഒരു സെൻസേഷനും ഉണ്ടാവില്ല ഇവിടെ. അപ്പൊ കംപ്ലീറ്റ്ലി പെയിൻലെസ് പ്രൊസീജിയർ ആണ്. മാത്രമല്ല ആ പ്രൊസീജിയർ കഴിഞ്ഞാൽ ആ പെയിൻ
അങ്ങോട്ട് അപ്രത്യക്ഷമാകും. അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ ചില സിറ്റുവേഷനിൽ നമുക്ക് പല്ല് ശരിക്കും അനസ്തറ്റൈസ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയൊക്കെ ഭയങ്കര പഴുപ്പുള്ള പല്ലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇഞ്ചക്ഷൻ വർക്ക് ചെയ്യില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഡെന്റിസ്റ്റ് അത് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെന്റ്, ചിലപ്പോൾ ആന്റിബയോട്ടിക്സ് ആയിരിക്കും, അതൊക്കെ തന്നിട്ട്, അല്ലെങ്കിൽ ഡ്രസ്സിങ് ആയിരിക്കും. പെയിൻ കുറഞ്ഞു കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. എനിവേ, ഈ പേഷ്യന്റിന് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നേരത്തെ കാട്ടിയ പിക്ചറിൽ ഈ ഫില്ലിംഗ് ആദ്യം നമ്മൾ എടുത്തു കളയണം. കാരണം ഇത് ക്ലീൻ ചെയ്യണ്ടേ. അതാണ് ഈ കാണുന്നത്. ഈ വ്യൂ എന്ന് പറയുന്നത് നമ്മള് പല്ല് ച്യൂ ചെയ്യുന്ന ഭാഗമില്ല, ചവക്കുന്ന ഭാഗമാണിത്. മേലെന്ന് നോക്കുന്ന വ്യൂ ആണിത്. ഓക്കെ, ഈ കാണുന്ന പച്ച സാധനം എന്ന് പറയുന്നത് ഒരു റബ്ബർ ഡാം, അതായത് ഒരു റെയിൻകോട്ട് പോലെയാണ്. അത് ആ പല്ലിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും അത് സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ മെറ്റൽ തിങ്. ഓക്കെ, ഈ മെറ്റാലിക് ആയിട്ട് കാണുന്ന സാധനം എന്തായാലും ആവട്ടെ, ഇത് ആണ് ആ പല്ലിന്റെ ഉൾഭാഗം. ഈ കാണുന്ന സ്പേസ് ആണ്. ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ, പലർക്കും RCT ചെയ്യുമ്പോൾ ഒരാൾ ഇങ്ങനെ പല്ലിലിരുന്ന് ചെയ്യുന്നത്, എന്താണ് പല്ലിൽ നടക്കുന്നതെന്ന് അറിയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമല്ലേ. എനിവേ, ഇതാണ് പൾപ്പ് സ്പേസ്. ഇവിടെയാണ് ഞരമ്പുകളും ബ്ലഡ് സപ്ലൈയും ഒക്കെ ഉള്ളത്. അപ്പൊ ഇതിന് 3 പൾപ്പ് കനാൽസ് ആണ് ഉള്ളത്. അത് ഈ അറ്റം കണ്ട ഈ വൈറ്റ് ഡോട്ട്സ് ആണ് ആ പല്ലിന്റെ ഏറ്റവും അറ്റമുള്ള ഭാഗം. അപ്പൊ നമ്മൾ നന്നായി അത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എല്ലാ ഇൻഫെക്ഷനും എടുത്ത് കളഞ്ഞ്, അതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. ഓക്കെ, അടുത്ത സ്ലൈഡിൽ കണ്ട ഇങ്ങനത്തെ ഒരു നീണ്ട ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടായിരിക്കും, നീഡിൽ പോലത്തെ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് അത് ശരിക്കും ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഡ്രസ് ചെയ്ത് പേഷ്യന്റിനെ വീട്ടിലേക്ക് വിടും. ഇങ്ങനത്തെ ഒരു വലിയ പല്ല് എന്നൊക്കെ പറഞ്ഞാൽ യൂഷ്വലി ഒരു 2 അപ്പോയിന്റ്മെന്റ്സിലാണ് ചെയ്യുക. മുന്നത്തെ പല്ലുകൾ ഒരു കനാലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അപ്പോയിന്റ്മെന്റിൽ തന്നെ ഫിനിഷ് ചെയ്യാം. ഓക്കെ, നന്നായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം പേഷ്യന്റ് നമ്മൾ വീട്ടിലേക്ക് വിടും. ഓക്കെ, ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞു. അപ്പൊ ഈ പേഷ്യന്റ് തിരിച്ചു വന്ന് ഷി വാസ് ആബ്സല്യൂട്ട്ലി ഫൈൻ, വേദനയൊക്കെ നന്നായി മാറി, ഷി വാസ് വെരി ഹാപ്പി. പിന്നെ നമ്മൾ അത് ഫിൽ ചെയ്യും. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. ഈ കാണുന്ന വൈറ്റ് സാധനം കണ്ടില്ല, അത് ഫില്ല് ചെയ്ത് ആ സ്പേസ് മുഴുവൻ നമ്മൾ ക്ലോസ് ചെയ്ത്, അത് കാരണം ഇനി ബാക്ടീരിയാസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ കഴിയില്ല. അതിനുശേഷം ഒരു പ്രോപ്പർ ഫില്ലിംഗ് കൂടി പല്ലിന് കൊടുത്തു. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ. ഓക്കെ, ഇനി റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫൈനൽ പിക്ചർ ഓഫ് ദ ടൂത്ത് കേട്ടോ. ഈ പല്ലായിരുന്നു, ഇതാണ് ഫില്ലിങ്. യൂഷ്വലി റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപ്പ് അല്ലെങ്കിൽ ക്രൗൺ അഡ്വൈസ് ചെയ്യും. എന്തുകൊണ്ട്? ഇത് ഒരു കുറച്ച് ഇൻവേസീവ്, കുറച്ച് സമയം എടുത്ത് ഒരുപാട് നിങ്ങളെ പല്ല് തന്നെ കുറച്ച് വീക്കൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഒരുപാട് നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. പക്ഷെ ഈ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഞങ്ങൾ ക്രൗൺ വേണ്ടെന്ന് തീരുമാനിച്ച്, പേഷ്യന്റും ഞാനും. കാരണം ഭയങ്കര കൺസർവേറ്റീവ്, അധികം പല്ലിന് ദോഷം വരാത്ത വിധത്തിലാണ് ആ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് ആ പല്ല് സ്റ്റേബിൾ ആണ്. അപ്പൊ അത് നമ്മൾ തീരുമാനിച്ചു ഇതിന് ക്രൗൺ വേണ്ട. പക്ഷെ ഇറ്റ് ഡസന്റ് മീൻ എല്ലാ സിറ്റുവേഷനിലും ഈ ഫില്ലിംഗ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഒരു വലിയൊരു പീസ് ഓഫ് ടൂത്ത് ഒക്കെ മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ പറയും, ഞാൻ പറയും നോക്കൂ ഇതിന് ക്രൗൺ വെച്ചോളൂ കേട്ടോ, ഇല്ലെങ്കിൽ എന്തോ ചെയ്യും, പേഷ്യന്റ് അത് ഇല്ലാതെ പോകും. ഒരു 2 കൊല്ലം പല്ലങ്ങനെ നിൽക്കും, 3ാമത്തെ കൊല്ലം അത് പൊട്ടിപ്പോരും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇപ്പൊ ഡെന്റിസ്റ്റ് അഡ്വൈസ് ചെയ്യാണ്, നോക്ക് നിങ്ങൾ ഒരു ക്രൗൺ ഇടുന്നതാണ് നല്ലതെങ്കിൽ തീർച്ചയായിട്ടും ക്രൗൺ ഇടണം. ഓക്കെ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൗൺ ഇട്ടില്ല, പേഷ്യന്റ് ഫൈൻ ആയിരുന്നു, ടൂത്ത് സ്ട്രോങ് ആയിരുന്നു, ആൻഡ് ടിൽ ഡേറ്റ് ഷീസ് ഹാവിംഗ് നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. ഇനി ലാസ്റ്റ് ടോപ്പിക്, ആ സെക്ഷനിലെ ലാസ്റ്റ് ടോപ്പിക്, ഗം ഡിസീസ്, പെരിയോഡോണ്ടൈറ്റിസ്. ഇത് ഞങ്ങളുടെ ടേമാണ് പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ മോണ സംബന്ധമായ രോഗങ്ങൾ. എന്താണ് ഗം ഡിസീസ്? വാട്ട് ഈസ് ഗം ഡിസീസ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റെഡ് ബ്ലീഡിങ് സ്വോളൻ ഗംസ്, ചുവപ്പ് തടിപ്പ്, അത് ബ്ലീഡ് ചെയ്യുന്നു, അതാണ് ഗം ഡിസീസ്. ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇതാണ് ഒരു ഹെൽത്തി ടൂത്ത്. മഞ്ഞ കളറിൽ കാണുന്ന ക്രൗൺ ഓഫ് ദ ടൂത്ത്, ഇത് റൂട്ട്സ്, വേര്, ടൂത്തിന്റെ വേരുകൾ. ഹെൽത്തി ഗം എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും നല്ല സഫീഷ്യന്റ് എമൗണ്ട്, ഒരു പല്ല് ഹോൾഡ് ചെയ്യാൻ നിൽക്കുന്ന വിധത്തിലുള്ള എല്ലും ബോണും പിന്നെ അതേപോലെ ഗംസും ഉണ്ടാകും. പക്ഷെ ഈ പ്ലാക്ക് ടാർട്ടർ, നേരത്തെ പറഞ്ഞ 2 സംഭവങ്ങളില്ല, അത് തന്നെയാണ് ഇതും കോസ് ചെയ്യുന്നത് കേട്ടോ. ഇതിന് കാരണവും ഈ 2 കാര്യങ്ങൾ തന്നെയാണ്. പ്ലാക്കും ടാർട്ടറും ഒക്കെ പല്ലിന്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ അതിലുള്ള ബാക്ടീരിയാസ്, ഒരുപാട് വേണ്ടാത്ത ടോക്സിൻസ്, വേണ്ടാത്ത സാധനങ്ങളൊക്കെ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് അത് ഭയങ്കര എന്താ പറയാ ഡാമേജിങ് ആണ്
ഓക്കെ. ആ ബോണിനെയും ഗംസിനെയും ഒക്കെ വീക്കൻ ചെയ്തിട്ട് ഇത് കണ്ടില്ലേ, ബോണൊക്കെ ഇങ്ങനെ താന്നു വരും. ഓക്കെ. അപ്പൊ ജനറലി ഈ പല്ലിന് ഉള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. ഓക്കെ. അതിങ്ങനെ നമ്മളത് മൈൻഡ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാല് ഈ എല്ലുകൾ ഇങ്ങനെ ദ്രവിക്കാൻ തുടങ്ങും. അത് തേയ്മാനം സംഭവിച്ച് അൾട്ടിമേറ്റ്ലി എന്താകും, പല്ല് പറഞ്ഞു വീഴും. അതാണ് ഗം ഡിസീസ്. ഓക്കെ. ഈ പറഞ്ഞ പോലെ പ്ലാക്ക്, ബയോഫിലിം എന്നാണ് നമ്മൾ പറയുന്നത്, മിക്സ് ചെയ്ത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്താണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളും ബാക്ടീരിയയും ഒരുമിച്ച് വരുന്നതാണ് ഈ പ്ലാക്ക്. And that's the main reason. പല ഡെന്റൽ പ്രോബ്ലംസിന്റെ മെയിൻ റീസൺ ഇതാണ്. നേരത്തെ പറഞ്ഞത് തന്നെ, അത് നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റില്ല, പക്ഷെ ബ്രഷ് ചെയ്താൽ എളുപ്പത്തിൽ പോകും. ടാർട്ടർ ആയി കഴിഞ്ഞാൽ ബ്രഷ് ചെയ്താലും വരില്ല, നമ്മളെ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ക്ലീൻ ചെയ്താലും മാത്രമേ അത് പോകുള്ളൂ. ഇനി ഗം ഡിസീസിനെ നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ തിരിക്കാം. ജിഞ്ചിവൈറ്റിസ്, പെരിയോഡോണ്ടൈറ്റിസ്, ഇതും നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കും. ജിഞ്ചിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ മോണയിൽ, ഓക്കെ, നമ്മൾ കാണുന്ന ഈ മോണ ഭാഗത്ത് ലിമിറ്റ് ചെയ്യുന്ന രോഗങ്ങളെയാണ് ഇത് ഗം ഡിസീസിനെയാണ് നമ്മൾ ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുക. ഓക്കെ. പക്ഷെ അത് താന്ന് ചുറ്റുമുള്ള എല്ലിനും ഒക്കെ ഡാമേജ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് പെരിയോഡോണ്ടൈറ്റിസ്. ഓക്കെ. അത് കുറച്ച് ഡീപ്പറായി പോയി. ഈ ജിഞ്ചിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ ഗംസിൽ അല്ലെങ്കിൽ മോണക്ക് മാത്രമാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ്. അത് നമുക്ക് കറക്റ്റ് മെഷേഴ്സ് എടുത്ത് അത് ചികിത്സിച്ചാൽ അത് കംപ്ലീറ്റ്ലി തിരിച്ചൊരു ഹെൽത്തി സ്റ്റേറ്റ് ഓഫ് ഗംസിലേക്ക് വരും. ഓക്കെ. പക്ഷെ അത് മൈൻഡ് ചെയ്യാതെ, അത് അറിയാതെയോ വിട്ട് കഴിഞ്ഞാൽ പെരിയോഡോണ്ടൈറ്റിസ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഇറിവേഴ്സിബിൾ ആണ്. അത് തിരിച്ചൊരിക്കലും വരില്ല. ആ വന്ന നഷ്ടം അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ എന്ത് ചെയ്യാം? ഡോണ്ട് ലൂസ് ഹോപ്പ്. അതിനെ സ്റ്റെബിലൈസ് ചെയ്യാം. വിച്ച് മീൻസ് നമുക്ക് അത് ഇനിയും പ്രോഗ്രസ് ചെയ്യാതെ അതിനവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. അതാണ് ഇതിന്റെ എവറിത്തിങ് ഹാസ് എ ബ്രൈറ്റ് സൈഡ്. ഇതിന്റെ ബ്രൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അതാണ്, എന്ത് ഡാമേജ് വന്നാലും അതവിടെ ഉണ്ടാകും, പക്ഷെ നമ്മൾ അതനുസരിച്ച് ചികിത്സിച്ചാൽ അതിനവിടെ നിർത്താൻ കഴിയും. ഇനി റിസ്ക് ഫാക്ടേഴ്സ്, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഗം ഡിസീസിൽ. കാരണം ഒരു റിസ്ക് ഫാക്ടേഴ്സ്, ഈ കാണുന്ന ഏതെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് മോണ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള ചാൻസസ് വളരെയേറെ കൂടുതലാണ്. അപ്പൊ എന്താണ് റിസ്ക് ഫാക്ടേഴ്സ്? ഏതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്? സ്മോക്കിംഗ്, ഹോർമോണൽ ചേഞ്ചസ് ഇൻ വിമൻ, അതായത് പ്രഗ്നൻസി, മെനോപോസ്, അങ്ങനത്തെയൊക്കെ. ഡയബറ്റീസ്. ഓക്കെ. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ജനറലി നമ്മളുടെ ശരീരത്തിന് ഇൻഫെക്ഷൻസ് ഒക്കെ ആയിട്ട് ഇമ്മ്യൂണിറ്റി, ഓക്കെ, രോഗപ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും. അപ്പൊ അത് തന്നെ അത് അപ്ലിക്കബിൾ ആണ്. ഗം ഡിസീസും പെട്ടെന്ന് വേഴ്സ് ആകാൻ തുടങ്ങും. പിന്നെ സ്ട്രെസ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. മെഡിക്കേഷൻ, ചില ടാബ്ലറ്റ്സുകൾ, ആ ടാബ്ലറ്റ്സുകൾ എന്താ ചെയ്യുക വെച്ചാൽ വായിലുള്ള സലൈവറി ഫ്ലോ കുറക്കും. അപ്പൊ ഈ പ്ലാക്ക് ഒന്നും പെട്ടെന്ന് റിമൂവ് ചെയ്യൂല. അതൊക്കെ ഈ മോണ സംബന്ധമായ രോഗങ്ങൾ വേഴ്സൺ ചെയ്യിപ്പിക്കും. പിന്നെ ചില ഇൽനെസ്, ക്യാൻസർ, അതിനനുസരിച്ചുള്ള കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, അതൊക്കെ ഗം ഡിസീസ് ഉള്ളവർക്ക് അത് പെട്ടെന്ന് മോശമാക്കും. ജെനറ്റിക്സ്, അതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. കാരണം ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് നൈസ് ടു ആസ്ക്, നിങ്ങളുടെ പിന്നെ മാതാപിതാക്കൾക്കൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂടപ്പിറപ്പുകൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ, ഉണ്ട്. എന്നാ പിന്നെ നിങ്ങൾക്കും അതിനുള്ള ചാൻസസ് കൂടുതലാണ്. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളെ പാരന്റ്സിന് അത് ബ്ലെയിം ചെയ്യാൻ വേണമെങ്കിൽ, ബിക്കോസ് ഇറ്റ് റൺസ് ഇൻ ഫാമിലി. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വിചാരിച്ചാൽ, ഇങ്ങനത്തെ ഒരു പേഷ്യന്റ് നമ്മളെടുത്ത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പല്ലൊക്കെ നഷ്ടപ്പെട്ടുള്ളവരാണെങ്കിൽ അതൊരു കാരണം ഇതായിരിക്കാം. അപ്പൊ നിങ്ങളുടെ പല്ലിന് കുറച്ചും കൂടിയും ശ്രദ്ധയും ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് ഡെന്റിസ്റ്റുമായിട്ട് അത് ഡിസ്കസ് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതാണ് റിസ്ക് ഫാക്ടേഴ്സ്. ഇനി അടുത്ത സ്ലൈഡിലേക്ക്. എല്ലാ റിസ്ക് ഫാക്ടേഴ്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട്, പക്ഷെ സ്മോക്കിങ്ങിനെ പറ്റി മാത്രം ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. എന്തുകൊണ്ടാണ് സ്മോക്കിംഗ് ഉള്ളവരിൽ നമ്മൾ ഗം ഡിസീസസ് വളരെ കൂടുതൽ എന്ന് പറയാൻ കാരണം? ഒന്നാമത്തത്, ദേ ആർ മോർ സസെപ്റ്റബിൾ. അവർക്ക് പെട്ടെന്ന് മോണ സംബന്ധമായ രോഗങ്ങൾ വരും. ഓക്കെ. കാരണം അവരുടെ വായിൽ സാധാരണ ആൾക്കാരെക്കാളും കൂടുതൽ എമൗണ്ട് ഓഫ് പ്ലാക്ക് വരും ആ സ്മോക്കിംഗ് കാരണം.
ഓക്കെ. പിന്നെ ഇങ്ങനത്തെ ആൾക്കാരിൽ നമ്മളൊരു ട്രീറ്റ്മെന്റ് ചെയ്യും. ഇപ്പൊ എൻ്റെ അടുത്തൊരു ഒരാള് മോണരോഗമായിട്ട് വന്നേക്കാണ്. പക്ഷെ അയാൾ പറയണം, നോക്ക് ഞാൻ 25 സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്നുണ്ട്. ഞാൻ പറയും ദയവ് ചെയ്തിട്ട് ആ സിഗരറ്റ് അവിടെ സ്മോക്കിംഗ് നിർത്ത്, ഇല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യൂല. കാരണം എൻ്റെ ടൈമും വേസ്റ്റ്, നിങ്ങളുടെ പൈസയും വേസ്റ്റ്, നിങ്ങളുടെ ടൈമും വേസ്റ്റ്. കാരണം സ്മോക്കിംഗ് ചെയ്യുന്നവരിൽ ട്രീറ്റ്മെന്റ് ഇസ് ലെസ് ലൈക്ലി ടു സക്സീഡ്. എന്തൊക്കെ ചെയ്താലും അത് അങ്ങനെ തന്നെ കിടക്കും, ചിലപ്പോൾ വേഴ്സ് ആവുകയും ചെയ്യും. അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. പിന്നെ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്നവരിൽ എന്ന് പറഞ്ഞാല് രക്തയോട്ടം, രക്തക്കുഴലുകളൊക്കെ ചുരുങ്ങാൻ തുടങ്ങും ജനറലി ബോഡിയിൽ. അതേപോലെ തന്നെ നമ്മുടെ മോണയിലേക്ക് പോകുന്ന ബ്ലഡ് വെസൽസ് ഒക്കെ ചെറുതാകാൻ തുടങ്ങും. അപ്പൊ ബ്ലഡ് ഫ്ലോ ഉണ്ടാവില്ല. ഈ മോണരോഗം ഉണ്ടാക്കുന്ന പല ബാക്ടീരിയാസും ജീവിക്കുന്നത് ഈ ഓക്സിജൻ ഇല്ലാത്ത ടൈപ്പ് ബാക്ടീരിയാസ് ആണ്. ഓക്സിജൻ വേണ്ട അവർക്ക്. അപ്പൊ ഇങ്ങനെ ബ്ലഡ് സപ്ലൈ കുറയുമ്പം ഒബ്വിയസ്ലി ഓക്സിജനും കുറയും. ഓക്കെ. അപ്പൊ ഈ കീടാണുക്കളൊക്കെ വളരെ ഹാപ്പി ആവും, അവർ നന്നായിട്ട് അവിടെ ത്രൈവ് ചെയ്ത് ജീവിക്കും. ഓക്കെ. അത് ഗം ഡിസീസ് പെട്ടെന്ന് മോശമാക്കും. അപ്പൊ അതാണ് സ്മോക്കിംഗ് ഗം ഡിസീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി എന്തൊക്കെയാണ്, ഇപ്പൊ നിങ്ങൾ സംശയിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗം ഡിസീസ് ഉണ്ടോ? ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്ന സിംറ്റംസ്. ഒന്ന്, സ്പോണ്ടേനിയസ് ബ്ലീഡിങ്, പെട്ടെന്ന് ഗമ്മ ബ്ലീഡ് ചെയ്യും, ഒരു കാരണമില്ലാണ്ട്. ചിലപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാവും പല്ലിന്ന് മോണയിന്ന് ചോര വരുന്നു. ഓക്കെ, ഒരു ഇനീഷ്യേറ്റീവ് ഫാക്ടർ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ചോര വരും. പിന്നെ മോണയിലൊക്കെ ഒരു വല്ലാത്ത വേദന, ജനറലി വേദന, പല്ലെന്നല്ല മോണയിന്ന് തന്നെ. പിന്നെ ബാഡ് ബ്രെത്ത്, വായ്നാറ്റം ഒരു കോമൺ സിംറ്റം ആണ്. ഈ മൂന്നുമാണ് ഏർലി സൈൻസ്, തുടക്കത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഇത് മൂന്നും. പക്ഷെ ഇതൊക്കെ നമ്മൾ നിഗ്ലക്ട് ചെയ്തോ ഇത് കുഴപ്പമില്ലായിരിക്കും എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അത് താഴേക്ക് പോയി പെരിയോഡോണ്ടൈറ്റിസ് ആയി കഴിയുമ്പോഴാണ് ഈ സിംറ്റംസ് ഒക്കെ വരിക. ഫസ്റ്റ് സ്വെല്ലിംഗ്, ആക്സസ്, അതായത് പഴുപ്പ് വരും, മോണ വീർക്കാൻ തുടങ്ങും. ഇതൊക്കെ ലേറ്റ് സ്റ്റേജസിലേക്ക് വരുന്നതാണ്. പിന്നെ പോക്കറ്റിംഗ്, ഇതൊരു ഇൻട്രസ്റ്റിംഗ് വേർഡ് ആണ്. ഈ പോക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ അതൊരു സ്ലൈഡ് കാട്ടാം, അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട്. എനിവേ, ഈ പോക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വിചാരിച്ചാല് ആ ബോണില്ല, പല്ലിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ബോണ്, ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, അത് ഇങ്ങനെ ദ്രവിച്ച് താഴേക്ക് പോയി കഴിയുമ്പോൾ ആ ഒരു ഗ്യാപ്പ് അത് നമ്മൾ മെഷർ ചെയ്യും. ഒരു പ്രത്യേക ഇൻസ്ട്രുമെന്റ്, ഓക്കെ, അത് വെച്ച് മെഷർ ചെയ്യുമ്പം ആ കിട്ടുന്ന ഡെപ്തിനെയാണ് നമ്മൾ പോക്കറ്റിംഗ് എന്ന് പറയുക. ഒരു നോർമലായിട്ട് മോണരോഗം ഒന്നും ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു പോക്കറ്റ് എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടാവില്ല. ഓക്കെ, നമ്മളത് ഏതൊരു പേഷ്യന്റ് വന്നാലും ബൈ ഡിഫോൾട്ട് അയാൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇത് മെഷർ ചെയ്ത് പോക്കറ്റ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കും. കാരണം അതൊരു സൈൻ ആണ് ഇവർക്ക് മോണരോഗം. എല്ലാ മോണരോഗവും പ്രത്യക്ഷത്തിൽ കാണണം എന്നില്ല. ഓക്കെ, ചിലത് വളരെ സൈലന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആകെ ഒരു വേ ഇത് അറിയാനുള്ളത് പോക്കറ്റിംഗ് ആണ്. അപ്പൊ എവിടെയെങ്കിലും പോക്കറ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഡെന്റിസ്റ്റ് പറയും, നോക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം, നമുക്കത് മോണിറ്റർ ചെയ്യാം. അതാണ് പോക്കറ്റിംഗ്. ഓക്കെ, ഇതൊക്കെ ലേറ്റ് സ്റ്റേജസിലേക്ക് വരുന്നതാണ്. പിന്നെ ലൂസ് ടീത്ത് മൂവിങ് പൊസിഷൻ, പല്ലിളകാൻ തുടങ്ങുന്നത്, പിന്നെ പല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ തുടങ്ങും. മൈഗ്രേഷൻ എന്നാണ് നമ്മൾ പറയുക. ശരിക്കും അത് മാറി പോകും. ഇതൊക്കെ വളരെ ലേറ്റ് സ്റ്റേജസിൽ വരുന്ന സിംറ്റംസ് ആണ്. ഓക്കെ, ഇനി എന്താണ് ട്രീറ്റ്മെന്റ്? ഇപ്പൊ ഞാൻ ഇവിടെ കാട്ടിയേക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് അത് ഡെന്റിസ്റ്റിന്റെ ആസ്പെക്റ്റിൽ വരുന്ന ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ എൻ്റെ അടുത്ത് ഏതൊരു പേഷ്യന്റ് വന്ന് ഒരു മോണരോഗം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയാം 80 അല്ലെങ്കിൽ 90% ഇതിന്റെ ട്രീറ്റ്മെന്റ് നിങ്ങളെ കയ്യിൽ തന്നെയാണ്. ബാക്കി ഒരു 20% ഞാൻ ചെയ്യേണ്ടതുള്ളൂ. അതിൽ ആ 20% ഇത്. പക്ഷെ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ സാധാരണ ഒരു മോണരോഗത്തിന് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്കെയിലിംഗ് ആൻഡ് റൂട്ട് പ്ലെയിനിങ്. സ്കെയിലിംഗ് ഒരു ഇൻസ്ട്രുമെന്റ് ഞാനിപ്പോ കാണിക്കാം. സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ കാണുന്നത് പോലെ ഇതൊരു പ്രത്യേക ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് വെച്ചിട്ട് പല്ലിന്റെ മേലെയുള്ള ഈ പ്ലാക്കിനെയും ടാർട്ടറിനെയും കംപ്ലീറ്റ്ലി സ്കൂപ്പ് ഔട്ട് ചെയ്ത് കളയുന്ന ആ ട്രീറ്റ്മെന്റിനാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ അത് കുറെ താഴത്തേക്ക് പോയിട്ടുണ്ട്, വേരുകളിലേക്ക് റൂട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതെടുക്കുന്നതിന് റൂട്ട് പ്ലെയിനിങ് എന്ന് പറയാം. ഓക്കെ, ബേസിക്കലി കുറച്ച് താഴേക്കായിട്ട് ചെയ്യാം. പിന്നെ ഇത് ചെയ്യുന്നത് അധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഒന്നുമല്ല, കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷനിലായിരിക്കും മിക്ക ഡെന്റിസ്റ്റുകളും ഇത് ചെയ്യുക. പിന്നെ ഒന്നെങ്കിൽ ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ഡെന്റിസ്റ്റിന്റെ സൂപ്പർവിഷനിൽ ഒരു ഹൈജീനിസ്റ്റിന് ഇത് ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ ഞാനൊരു ഇൻസ്ട്രുമെന്റ് കാട്ടിത്തരാം.
നിങ്ങളിപ്പോൾ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് ക്ലീനിങ്ങിന് ചെന്നാൽ ഈ ഇൻസ്ട്രുമെന്റ് ആണ് ക്ലീൻ ചെയ്യാൻ അവർ ഉപയോഗിക്കുക. ഇതൊരു അൾട്രാസോണിക് ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് ഇത് ഹാൻഡ് ഇൻസ്ട്രുമെന്റ് അല്ല, വെറുതെ ഒരു ഇൻസ്ട്രുമെന്റ് അല്ല, ഇത് അൾട്രാസോണിക് മോഡുലേറ്റഡ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇതൊരു വയറിലൊക്കെ കണക്ട് ചെയ്ത് മോട്ടോറിലായിരിക്കും ഉണ്ടാകുക. ഈ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് ഇത് ഞാനൊന്ന് കാണിച്ചു തരാം. ഒരു പല്ലിന്റെ സർഫസിൽ എന്ന് പറഞ്ഞാൽ കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, പല്ലിന്റെ സർഫസിൽ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഡെപ്തിൽ ഈ മോണയുടെ താഴെ പോയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ വളരെ സ്പീഡിലായിരിക്കും കേട്ടോ, പക്ഷെ നിങ്ങൾക്ക് ഫീൽ ചെയ്യൂല. ഹൈ സ്പീഡിൽ ഉള്ള ഈ അൾട്രാസോണിക് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമ്മൾ ആ മോണയുടെ താഴെ വെച്ചിട്ട് ഈ ടാർട്ടറും പ്ലാക്കും ഒക്കെ ശരിക്കും എടുത്തു കളയുന്ന ട്രീറ്റ്മെന്റ് ആണ് സ്കെയിലിംഗ് ആൻഡ് റൂട്ട് പ്ലാനിങ്. ഓക്കെ, മോണയിൽ തന്നെ ഇങ്ങനെ കുത്തി ഇറക്കി ചെയ്യുന്നത് കാരണം പേടിക്കേണ്ട, ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. ഓക്കെ, അപ്പൊ അതാണ് അൾട്രാസോണിക് ഇൻസ്ട്രുമെന്റ്. ഇതായിരിക്കും സാധാരണ. ഇത് നിങ്ങൾ ഡെന്റിസ്റ്റ് പെട്ടെന്ന് എടുത്ത് ചെയ്യുന്നതാണ്, കാണാനൊരു ചാൻസ് ഒന്നും ഉണ്ടാകില്ല, സമയം ഉണ്ടാവാറില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തയിലേക്ക് പോവാം. ഇത് ഒരു സെക്കൻഡ് കേസ് ആണ്, അധികം സമയമൊന്നും എടുക്കൂല, ബോറടിപ്പിക്കൂല. ഈ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഒരു 37-year-old പേഷ്യന്റ്. ഇവരൊരു ദിവസം എൻ്റെ റൂമിലേക്ക് കരഞ്ഞുകൊണ്ട് കയറി വന്നു. എന്താ പ്രശ്നം? എൻ്റെ മുന്നത്തെ പല്ല് ഇളകുന്നു, എനിക്ക് ഭയങ്കര വായ്നാറ്റം, എൻ്റെ ഗംസ് ഒക്കെ ബ്ലീഡ് ചെയ്യുന്നു, ഞാൻ നന്നായിട്ട് ബ്രഷ് ചെയ്യാറുണ്ട്, എനിക്ക് എൻ്റെ ഫാമിലിനൊന്നും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കുട്ടികളുടെ അടുത്ത് പോകാൻ പറ്റുന്നില്ല. ഇറ്റ്സ് എ ഡിസ്ട്രെസ്ഡ് സിറ്റുവേഷൻ അല്ലേ? ഒരമ്മ വന്നിങ്ങനെ പറയുമെന്ന് പറഞ്ഞാൽ, ആൻഡ് ഷി വാസ് ഇൻ ടീയേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഒരു കംപ്ലീറ്റ് ക്ലിനിക്കൽ ചെക്കപ്പ്, എക്സാമിനേഷൻ ചെയ്യുന്നു. ഇവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കി, ശരിയാണ്, അവർക്ക് ബ്ലീഡിങ് തൊടുമ്പോഴേക്കും ആ ഗംസ് ഒക്കെ ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് എടുത്തു. പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ, കാരണം ഐ തിങ്ക് ഇറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടൂൾ. ഒരു പേഷ്യന്റിന് കാണിച്ചു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഫോട്ടോഗ്രാഫ്സ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫോട്ടോസ് എടുത്തതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ ഫോട്ടോ ഒന്ന് കാട്ടിത്തരാം. ഇപ്പൊ നോക്കിയാൽ ഇത് ആ ട്രീറ്റ്മെന്റ് ചികിത്സിക്കുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോസ് ആണ്. ഇവരുടെ ആക്ച്വലി വളരെ നല്ല പല്ലാണ്, ഒറ്റ കേടോ ഒരു ഫില്ലിങ് ഒന്നും ഈ സ്ത്രീക്കില്ല. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. ഗം ഡിസീസ് എന്ന് പറഞ്ഞാൽ പല്ല് സേഫ് ആയിരിക്കും, പക്ഷെ മോണക്കായിരിക്കും കുഴപ്പം. അപ്പൊ സൂക്ഷിച്ചു നോക്കിയാൽ ഇവിടെ ഈ പല്ലിന്റെ ചുറ്റുപാടുള്ള ഈ മോണ കണ്ടില്ല, വീർത്ത് ഇങ്ങനെയല്ല ഒരു ഒരു ഹെൽത്തി ഗം ഉണ്ടാവുന്നത്. ഒരു ഹെൽത്തി മോണ എന്ന് പറഞ്ഞാൽ പെയിൽ പിങ്ക് കളർ, വളരെ ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളർ, ഇങ്ങനെ സ്വെല്ലൊന്നും ചെയ്യാതെ നല്ല നീറ്റ് ആയിട്ട് വരുന്നതാണ് ശരിക്കുള്ള ഒരു നോർമൽ ഗംസ്. ഇപ്പൊ ഇവിടെയൊക്കെ കണ്ട ഒരുപാട് ഇതുണ്ട്. പിന്നെ ഈ ബ്ലാക്ക് സാധനങ്ങൾ കണ്ടോ, ഈ ലൈനിൽ വരുന്ന ബ്ലാക്ക് സാധനങ്ങൾ, അതാണ് ടാർട്ടർ. അതൊക്കെ പ്ലാക്കൊക്കെ അവിടെ നിന്ന് കട്ടി വെച്ച് അത് ടാർട്ടർ ആയേക്കാണ്. ഓക്കെ, പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്. ആ പോക്കറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമാണ് ഇത്. അതായത് ഈ ഒരു ഇൻസ്ട്രുമെന്റ് പല്ലിന്റെ സൈഡിലേക്ക് നമ്മൾ വെച്ച് നോക്കിയാൽ ഇങ്ങനത്തെ ഒരു കറുത്ത ബാൻഡ് ഇതിന്റെ അടിയിലും ഉണ്ട്. ഓക്കെ, ഈ രണ്ട് കറുത്ത ബാൻഡും ഒരു ഹെൽത്തി മോണയാണെങ്കിൽ ഇത് രണ്ടും പല്ലിന്റെ മേലെയാണ് ഉണ്ടാകുക. ഇതൊരിക്കലും ഗംസിന്റെ ഉള്ളിലേക്ക് പോകില്ല. ഗംസിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ പോക്കറ്റിംഗ് ഉണ്ട് എന്നാ. അപ്പൊ ഇത് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഇത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം ഈ രണ്ടാമത്തെ ഇവിടെ ഒരു ബാൻഡ് ഉണ്ട്, ഇത് കംപ്ലീറ്റ്ലി ഉള്ളിൽ പോയിക്കണം. അതിന്റെ അർത്ഥം ഇവർക്ക് ഒരുപാട് ബോൺ അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എനിവേ, നമ്മളിപ്പോ ഈ സിറ്റുവേഷൻ നമ്മൾ പേഷ്യന്റിനോട് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഉള്ളത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ കുറെ എക്സ്റേ, പല്ലിന്റെ എക്സ്റേ എടുത്ത് നോക്കും. പല്ലിന്റെ പടം എടുത്ത് നോക്കുമ്പോൾ ഇതാണ്, ഇതിൽ കുറെ എക്സ്റേ ഉണ്ട്, ഇതൊരു പാർട്ടാണ്. ഇങ്ങനത്തെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ജനറലി എല്ലാ ഭാഗത്തെ എക്സ്റേ നമ്മൾ എടുക്കും. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ ഞാൻ പറ്റുന്നത് പോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് മേലത്തെ പല്ലുകള്, ബാക്കിലുള്ള, ഇത് താഴത്തെ പല്ലുകള്. ഇതാണ് ബോൺ ഇൻ ബിറ്റ്വീൻ ദ ടീത്ത്, പല്ലിന്റെ ഇടയിൽ പല്ലിനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ബോണാണ് ഇത്. ഐഡിയലി ഇതിങ്ങനെ ഫ്ലാറ്റ് ലൈന കണ്ടില്ല, ഒരുവിധം എല്ലായിടത്തും ഫ്ലാറ്റ് ലൈന, ഇങ്ങനെയല്ല ഉണ്ടാകുക. ഒരു നോർമൽ ഇൻഡിവിജ്വൽ, ഒരു നോർമൽ ആളിലെന്ന് പറഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ പോലെ, ത്രികോണം പോലെയാണ് ഉണ്ടാവുക. ഒരു ട്രയാങ്കിള് സ്പേസ് ആയിട്ടാണ് ഉണ്ടാകുക. ഈ പേഷ്യന്റിന് അൺഫോർച്ചുനേറ്റ്ലി ഈ രോഗം ഉള്ളത് കാരണം ഇതിങ്ങനെ ഷ്രിങ്ക് ചെയ്ത് അത് ദ്രവിച്ച് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ പല്ല് വരെ അത് പോയേക്കാണ്. അപ്പൊ ഒരു 3 to 4 millimeter അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് എ ലോട്ട് ആസ് എ മെഷർമെന്റ്, പക്ഷേ
ബോണിനെ സംബന്ധിച്ച് ഇറ്റ്സ് എ ലോട്ട്. ഓക്കെ, ആൻഡ് ഈ എല്ലൊന്നും ഇനി തിരിച്ചു വരില്ല. ദ ഡാമേജ് ഇസ് ഓൾറെഡി ഡൺ. ഇതേപോലെ തന്നെ എല്ലാ പല്ലുകളിലും. ഇത് നോസ്ട്രിങ് ആട്ടോ, ഇത് മൂക്കുത്തിയ. അപ്പൊ ഈ എക്സ്റേ ഒക്കെ കാട്ടി നമ്മൾ ആദ്യം പേഷ്യന്റിന് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇനി എന്താണ്, ഹൗ ക്യാൻ ബി പ്രിവെന്റ് ഇറ്റ്, എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ്? പ്രിവെൻഷൻ അല്ല, ഹൗ ക്യാൻ ബി ട്രീറ്റ് ദിസ്? ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ക്ലിനിക്കൽ എക്സാമിനേഷൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടലി നമ്മൾ എക്സാമിൻ ചെയ്യണം, ഗംസും ഓരോ പല്ലും എല്ലാം ചെയ്യണം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ, അതായത് അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റേയും ഫോട്ടോഗ്രാഫ്സും ഇപ്പൊ ഞാൻ ചെയ്തതുപോലെ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് റിസ്ക് അസസ്മെന്റ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി ചോദിച്ചാൽ ഒരു ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും. ഡോണ്ട് ഗെറ്റ് ഡിസാർട്ടൻഡ് ബൈ ഇറ്റ്. അതൊരു പാർട്ട് ആൻഡ് പാർസലാണ്. നമുക്ക് ചോദിച്ചാൽ മതിയാവുള്ളൂ, നിങ്ങൾ സ്മോക്ക് ചെയ്യാറുണ്ടോ, വീട്ടിൽ ആരെങ്കിലും അങ്ങനത്തെ എല്ലാ റിസ്കുകളും, ഡയബറ്റീസ് ഉണ്ടോ, ഒരു കാരണവും ഇല്ല എനിക്ക് ഭയങ്കര ദാഹമാണ്, അങ്ങനെയൊക്കെ വെച്ചാൽ നമ്മൾ പറയും ഓക്കെ നിങ്ങളൊന്ന് ഡയബറ്റീസ് ബ്ലഡ് ഷുഗർ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, കാരണം ആ റിസ്കുകൾ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റിന് ഇഫക്റ്റീവ്നെസ് അതിനനുസരിച്ചുള്ള ഒരു ഫലം നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ റിസ്ക് അസസ്മെന്റ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് എഡ്യൂക്കേഷൻ. പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എങ്ങനെയൊക്കെ നമുക്ക് പ്ലാക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ടൂത്ത് ബ്രഷിങ്, ഇന്റർഡെന്റൽ ക്ലീനിങ്, മൗത്ത് വാഷ്, നന്നായിട്ട് ബ്രഷ് ചെയ്യുക, ഇന്റർഡെന്റൽ ക്ലീനിങ്, പല്ലിന്റെ ഇടയിലുള്ള ക്ലീനിങ്ങിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക, മൗത്ത് വാഷ്. ഇതൊക്കെ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ പറയാം. പിന്നെ ഹെൽത്തി ഫ്രൂട്ട് ആൻഡ് ഡയറ്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണവും ഗം പ്രോബ്ലം ഒരുപാട് കണക്റ്റഡ് ആണ്. ഓക്കെ, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും, അത് ഒരുവിധമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്കെയിലിംഗ് ആൻഡ് റൂട്ട് പ്ലാനിങ് ഇൻ 2 വിസിറ്റ്, ഒരു ആഴ്ച അപ്പാർട്ടായിട്ട് ഇത് ചെയ്യും. പിന്നെ ഒരു 3 മാസം കഴിയുമ്പോഴാണ് ജനറലി നമ്മൾ പേഷ്യന്റിനെ കാണുക. ഓക്കെ, അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് നോർമലി ഗം പ്രോബ്ലം ഉള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു മൗത്ത് വാഷ്, കോസ്റ്റൽ മൗത്ത് വാഷ്. ഓക്കെ, പിന്നെ ഇത് ഇന്റർഡെന്റൽ ബ്രഷസ്, ഞാൻ പറഞ്ഞില്ലേ ഇന്റർഡെന്റൽ ക്ലീനിങ്, അതായത് പല്ലിന്റെ ഇടയിലുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പൊ ഇതിൽ 2 തരം ബ്രഷുകൾ ഉണ്ട്. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ബ്രഷും, ഓക്കെ, താഴെ കാണുന്നത് ഹാൻഡിൽസ് ഉള്ള ബ്രഷും, അത് ബാക്കിലെ പല്ലുകൾക്ക് ക്ലീൻ ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതാണ് പ്രീ ട്രീറ്റ്മെന്റ് ഫോട്ടോഗ്രാഫ്സ്. ഞാൻ കാട്ടി തന്നതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ബലൂണിങ് എഫക്റ്റ് ഒക്കെ ഉള്ള ഫോട്ടോഗ്രാഫ്സ്. ഇത് പോസ്റ്റ് ട്രീറ്റ്മെന്റ് 3 മാസത്തിന് ശേഷം എടുത്ത പിക്ചേഴ്സ് ആണ് ഇത്. യു ക്യാൻ സീ ആ സ്വെല്ലിംഗ് ഒക്കെ കംപ്ലീറ്റ്ലി സബ്സൈഡ് ചെയ്ത് അതൊക്കെ ഫുൾ പോയി, പെയിൽ പിങ്ക് കളർ. ഇതാണ് ഒരു ഹെൽത്തി ഗംസിന്റെ അപ്പിയറൻസ്. ആൻഡ് ലക്കിലി ഈ പല്ല് തീരെ മൊബൈലല്ല, തീരെ അത് ഇളകുന്നില്ല, കംപ്ലീറ്റ്ലി സെറ്റിൽ ആയിട്ടുണ്ട്. പിന്നെ ആ ടാർട്ടർ, കാൽക്കുലസ് അതൊക്കെ കളഞ്ഞു. അപ്പൊ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവർ ആ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രോപ്പർലി ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് ഗോൺ, ഇറ്റ്സ് ഫിനിഷ്ഡ്. ഓക്കെ, ഇനി ഓറൽ ഹെൽത്ത് കെയർ, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഓറൽ ഹെൽത്ത് കെയർ ഇൻ അഡൽട്സ് ആൻഡ് ചിൽഡ്രൻ. എന്തൊക്കെയാണ് ദന്ത സംരക്ഷണം? ഫസ്റ്റ് ബ്രഷിംഗ്. ഒന്നുകിൽ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാനുവൽ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം. രണ്ടും മോറുള്ള സെയിം. പക്ഷെ ഞാൻ സാധാരണ സജസ്റ്റ് ചെയ്യാറുള്ളത് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണ്. ഇനി മെത്തേഡ് ഓഫ് ബ്രഷിംഗ്, ഏത് ടൈപ്പ് ഓഫ് ബ്രഷിംഗ് ആണ് ഏറ്റവും നല്ലത്? യൂഷ്വലി ഒരു ബാസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്, അതാണ് ഞാൻ സാധാരണ സജസ്റ്റ് ചെയ്യാറുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഞാൻ ക്വിക്കായിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഈ പല്ലില് നമ്മളിപ്പോ ഒരു ടൂത്ത് ബ്രഷ് എടുത്ത് വെച്ച് കഴിഞ്ഞാല് ഈ ബ്രഷ് പടത്തിൽ കാണുന്ന പോലെ ഒരു ചെരിഞ്ഞ് പകുതി ഒരു ഗംസിന്റെ മേലെയും പകുതി ഒരു പല്ലുകളുടെ മേലെയും വെച്ചിട്ട് 3-4 പ്രാവശ്യം സൈഡിലേക്കും അതിനുശേഷം അത് താഴേക്കും, മേലത്തെ പല്ലാണെങ്കിൽ അത് താഴേക്കും. ഓക്കെ, ഇതാണ് റൈറ്റ് മെത്തേഡ് ഓഫ് ബ്രഷിംഗ്. 3-4 പ്രാവശ്യം സൈഡിലേക്കും പിന്നെ താഴേക്കും. അതേപോലെ തന്നെ ഉൾഭാഗത്തും. ഓക്കെ, ഉൾഭാഗത്തും ഇതേപോലെ തന്നെ ബ്രഷ് ചെയ്യുക, മേലേക്ക് എടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ചവക്കുന്ന ഭാഗം നന്നായിട്ട് ഇങ്ങനെ വട്ടത്തില് ബ്രഷ് ചെയ്യുക. ഏറ്റവും കൂടുതൽ മിസ്സാകുന്ന ഭാഗമാണ് ഈ മേൽഭാഗത്തെയും താഴ്ഭാഗത്തെയും മേലെയും താഴെയുള്ള മുൻഭാഗത്തുള്ള പല്ലുകളുടെ ഉൾവശം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രഷ് അവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം പുറത്തേക്ക് വലിക്കുക. സെയിം മെത്തേഡ് മേലെയും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ പല്ലിന്റെ എല്ലാ സർഫസസുകളും നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്റർഡെന്റൽ ക്ലീനിങ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2 ടൈപ്പ് ഓഫ് ബ്രഷസ് ആണ് ഇന്റർഡെന്റൽ ബ്രഷസ്. ഇത് സ്ട്രെയിറ്റും ഹാൻഡിൽ ഉള്ളത് ബാക്കിലേയും. അതെന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാല് ഇത് പല കളേഴ്സിലാട്ട് വരിക. ഈ കാണുന്ന പോലെ TP ബ്രഷസ് ആണ് അതിന് പറയുക.
അപ്പോൾ ഇത് തുറന്ന് കാട്ടിയാൽ അത് പല കളേഴ്സിലാണുള്ളത്. ഓക്കെ, ഈ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് സൈസസ് ആണ്. ഏറ്റവും സ്മോൾ ആയിട്ടുള്ള, ഏറ്റവും ചെറുതായിട്ടുള്ളതാണ് പിങ്ക്, ഏറ്റവും വലുതായിട്ടുള്ളതാണ് ഗ്രേ കളർ. അപ്പൊ നമ്മളുടെ പല്ലിന്റെ ഇടയിലുള്ള ഭാഗം ക്ലീൻ ചെയ്യാനാണ് ഈ ടൈപ്പ് ഓഫ് ബ്രഷസ്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഈ ബ്രഷ് ഹോൾഡ് ചെയ്തിട്ട് പല്ലിന്റെ ഇടയിൽ ഇങ്ങനെ മോണയുടെ തൊട്ട് മേലെ പല്ലിന്റെ ഇടയിൽ നന്നായിട്ട് കുറച്ച് ടൈറ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ ബ്രഷ് ചെയ്യുക. ഓക്കെ, ഇത് യൂഷ്വലി നമ്മൾ നോർമൽ ടൂത്ത് ബ്രഷിങ് ചെയ്യുന്നതിന്റെ മുന്നേ ആണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇന്റർഡെന്റൽ ബ്രഷിങ്. ഫ്ലോസിംഗ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ഫ്ലോസ് അവൈലബിൾ ആണ്. ഇതാണ് ഫ്ലോസ്. ഏത് ഫ്ലോസ് മോറലെസ് സെയിം ആണ്, ഒരേപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം ഫ്ലോസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അഡിക്വേറ്റ് ലെങ്ത്, ആവശ്യത്തിനുള്ള ഫ്ലോസ് പുറത്തെടുത്തിട്ട് നമ്മളുടെ ഈ രണ്ടാമത്തെ വിരലിൽ അത് നന്നായി ടൈറ്റൻ ചെയ്തതിന് ശേഷം പല്ലുകളുടെ ഇടയിലേക്ക് അത് ഇറക്കി വെച്ച്, ഓക്കെ, പല്ലുകളുടെ ഇടയിൽ ഇറക്കി വെച്ച് അത് പല്ലിന്റെ സൈഡിൽ നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച അവിടെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം വലിച്ചെടുത്ത് സിംഗിൾ യൂസ് ആണ് കളയണം. ഓക്കെ, അതാണ് ഫ്ലോസിങ്. പിന്നെ വാട്ടർ ഫ്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പൈസ കൂടുതലാണ്, പക്ഷെ അത് ദാറ്റ് ഈസ് വെരി ഇഫക്റ്റീവ് ആസ് വെൽ. പിന്നെ മൗത്ത് വാഷ്, ലിസ്റ്ററിങ്, കോസഡിൽ ഒരുപാട് മൗത്ത് വാഷ് ഉണ്ട്. എല്ലാം ഒരുവിധം ഒരേപോലെ തന്നെയാണ്. എപ്പം മൗത്ത് വാഷ് ഉപയോഗിക്കണം? നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എപ്പോഴും മൗത്ത് വാഷ് ഉപയോഗിക്കാൻ സജസ്റ്റ് ചെയ്യാറ്. ഒരുമിച്ച് ചെയ്യേണ്ടെന്നാണ് പറയാ. ഓക്കെ, ഡയറ്റ് ആൻഡ് ഡയറ്റ് മോഡിഫിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷുഗർ എത്രമാത്രം കുറക്കാൻ പറ്റുന്നോ അത്രമാത്രം നല്ലത്. പിന്നെ ഡെന്റിസ്റ്റ് പറയുന്ന പോലെ 3 or 6 months ഡെന്റൽ ചെക്കപ്പിന് പോവുക. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? ബ്രഷിങ്. എപ്പോൾ അവർക്ക് ബ്രഷിങ് സ്റ്റാർട്ട് ചെയ്യണം? ആസ് സൂൺ ആസ് ആദ്യമായിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളുടെ വായിൽ പല്ല് വരുന്ന മുതൽ അന്ന് മുതൽ ബ്രഷ് ചെയ്ത് തുടങ്ങണം. 2 പ്രാവശ്യം ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്തതിന് ശേഷം അത് തുപ്പിക്കളയുക. ജനറലി ബ്രഷ് ചെയ്തതിന് ശേഷം അത് വായി കഴുകി കളയരുതെന്നാണ്. ആ ടൂത്ത് പേസ്റ്റ് പല്ലുമ്മ തന്നെ നിൽക്കട്ടെ. ഓക്കെ, ഒരു പാറ്റേൺ എപ്പോഴും ഫോളോ ചെയ്യുക. അത് ആ പാറ്റേൺ ഫോളോ ചെയ്താൽ അവർക്ക് ഒരു ഏരിയ മിസ്സായി പോകില്ല. ഓക്കെ, പിന്നെ 7 വയസ്സ് വരെ കുട്ടികൾക്ക് എന്തായാലും സൂപ്പർവിഷൻ വേണം. അവർ ചെയ്യുന്നത് എന്താന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. 6 വയസ്സ് വരെയോളം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവർക്കൊരു ചാൻസ് കൊടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പല്ലൊന്ന് തേച്ച് കൊടുക്കുക. ഫ്ലൂറൈഡിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലൂറൈഡിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ടൂത്ത് പേസ്റ്റ് എടുത്ത് നോക്കിയാലും അതിന്റെ ബാക്കിൽ അതിന്റെ ഫ്ലൂറൈഡ് കോൺസെൻട്രേഷൻ ഉണ്ട്. അപ്പോൾ ഒരു 6 വയസ്സ് വരെ അറ്റ്ലീസ്റ്റ് ഒരു 1000 ppm പാർട്സ് പെർ മില്യൺ എന്ന് പറയും, അത്ര എമൗണ്ട് ഓഫ് ഫ്ലൂറൈഡ് വേണം. 6 വയസ്സിന്റെ മേലെ 1000 മുതൽ 1500 വരെയുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുക. അപ്പൊ ഏജ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ കോൺസെൻട്രേഷൻ കൂടിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. പിന്നെ എത്ര എമൗണ്ട് ഓഫ് ടൂത്ത് പേസ്റ്റ് വേണം? 3 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്കാണെങ്കിൽ ഒരു തൊട്ട് കൊടുത്താൽ മതി. ഒരു സ്മിയർ ഒന്നങ്ങനെ തൊട്ട് കൊടുത്താൽ അത്ര എമൗണ്ട് ഓഫ് ടൂത്ത് പേസ്റ്റ് മതി. 3 വയസ്സിന് മേലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു പീയുടെ സൈസുള്ള ടൂത്ത് പേസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ IDB, ഫ്ലോസ്, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ, ഇന്റർഡെന്റിങ് ക്ലീനിങ്, ആ പല്ലിന്റെ ഇടയിൽ ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ 12 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രം മതി. പിന്നെ പ്ലാക്ക് ഡിസ്ക്ലോസിംഗ് ടാബ്ലറ്റ്സ്, അതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. അതാണ് ഈ പടത്തിൽ കാണുന്ന സാധനം. ഓക്കെ, ഈ പടത്തിൽ കാണുന്ന പ്ലാക്ക് ഡിസ്ക്ലോസിംഗ് ടാബ്ലറ്റ്. ഇതിപ്പോ എത്ര കുട്ടികൾ ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇങ്ങനെയാണ് ഉണ്ടാവുക. എത്ര കുട്ടികൾ ബ്രഷ് ചെയ്തിട്ടാണ് നമുക്ക് ടെൻഷൻ ആയിരിക്കും അവർ മര്യാദക്ക് ബ്രഷ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന്. അത് ട്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഇത് ടാബ്ലറ്റ് പോലെ തന്നെയാണ്. ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ടാബ്ലറ്റ് കുട്ടികൾക്ക് ചവക്കാൻ കൊടുക്കുക. അത് നന്നായി ചവച്ചതിന് ശേഷം തുപ്പിക്കളയുക. എന്നിട്ട് ഒരു 3 or 4 പ്രാവശ്യം നന്നായി വാഷ് ചെയ്ത് കളയുക പല്ല്, വായി. അപ്പൊ ഈ സാധനം പോയിട്ട് പ്ലാക്ക് ഉള്ളവിടത്ത് അത് സ്റ്റെയിൻ ചെയ്യും. സ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ 3 കളറിലാണ് സ്റ്റെയിൻ ആവുക. ഒന്നെങ്കിൽ റെഡ് കളർ ഇതിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ ബ്ലൂ കളർ, അല്ലെങ്കിൽ പിങ്ക്. റെഡ് എന്ന് പറഞ്ഞാൽ അധികം ടെൻഷൻ ഒന്നും അടിക്കേണ്ട, അത് അധികം പഴക്കമില്ലാത്ത പ്ലാക്ക് ആണ്. അപ്പൊ വേണമെങ്കിൽ അവർ രാവിലെ നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ടൊക്കെ ഉണ്ടാകും. പിന്നെ ഇപ്പൊ അടുത്ത് വന്ന പ്ലാക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ബ്ലൂ കളർ ആണെങ്കിൽ വറീഡ് ആവണം, കാരണം അവർ രാവിലെയും ചിലപ്പോൾ നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ടുണ്ടാവില്ല. പിങ്ക് ആണെങ്കിൽ ഒരു മിക്സ് ആണ്. അപ്പൊ അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യണം, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുവാനോ ഏതൊക്കെ ഏരിയ ഇംപ്രൂവ് ചെയ്യാനോ എന്നൊക്കെ ഉള്ളത് ഇത് സഹായിക്കും. പിന്നെ ലാസ്റ്റ് വൺ, മൗത്ത് വാഷ്. 6 വയസ്സിന്റെ താഴെ മൗത്ത് വാഷ് ഉപയോഗിക്കേണ്ട, 6 വയസ്സിന്റെ മേലെ മൗത്ത് വാഷ് ഉപയോഗിച്ചാൽ മതി. ഡയറ്റ്.
ടോട്ടൽ എമൗണ്ട് ഓഫ് ഷുഗർ ഇൻ ഡയറ്റ് കുറക്കുക. ഓക്കെ, എത്രത്തോളം പഞ്ചസാര കുറക്കാൻ പറ്റുന്നോ അത്രത്തോളം പഞ്ചസാര കുറക്കുക. പിന്നെ ഹിഡൻ ഷുഗർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ചില ഭക്ഷണം വളരെ സ്വീറ്റ് ആയിരിക്കില്ല, പക്ഷെ ഒരുപാട് ഷുഗർ അതിലുണ്ടാകും. ബേക്ക്ഡ് ബീൻസ്, പിന്നെ കറി സോസസ്, പാക്കറ്റിലൊക്കെ വാങ്ങാൻ പറ്റുന്ന സോസ്, അധികം മധുരം ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര ഷുഗർ കണ്ടന്റ് ആണ്. അപ്പൊ എപ്പോഴും ഒന്ന് വായിച്ചു നോക്കുക, എന്ത് വാങ്ങിയാലും അതിന്റെ റെക്കമെൻഡഡ് ഇൻടേക്കും ഇതിൽ എത്ര ഷുഗർ ഉണ്ടെന്ന് നോക്കിയിട്ട് അനുസരിച്ച് വാങ്ങുക. പിന്നെ ഫ്രീക്വൻസി, ഈ ഇടയ്ക്കിടക്ക് പോയിട്ട് ഇങ്ങനെ സ്നാക്ക് ചെയ്യുന്ന സ്വഭാവമുള്ള കുട്ടികളാണെങ്കിൽ അത് ഡിസ്കറേജ് ചെയ്യുക, അത് അധികം പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. പിന്നെ സ്റ്റിക്കി ടൈപ്പ് ഓഫ് ഫുഡ്, അതായത് ക്രിസ്പ്, ബിസ്ക്കറ്റ്, അതൊക്കെ എത്രത്തോളം കുറക്കാൻ പറ്റുന്നോ അത്രത്തോളം കുറക്കുക. പിന്നെ നിങ്ങൾക്ക് കുട്ടികളാണ്, അവർ ചോദിക്കും, അവർ ഡിമാൻഡ് ചെയ്യും. അപ്പൊ മീൽ ടൈമിൽ മാത്രം ഒരു ട്രീറ്റ് കൊടുക്കുക, ഒരു മധുരം മെയിൻ മീൽ കഴിഞ്ഞ ഉടനെ കൊടുക്കുക. പിന്നെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടക്ക് പോയിട്ട് ഇങ്ങനെ സ്നാക്ക് ചെയ്യുന്ന സ്വഭാവം എത്രയും ഡിസ്കറേജ് ചെയ്യാൻ നോക്കുക. പിന്നെ ഹെൽത്തി സ്നാക്കിംഗ്, ചീസ്, നട്ട്സ്, അതിലൊക്കെ ഷുഗർ കുറവാണ്, അതുകൊണ്ട് അത് അഡ്വൈസ് ചെയ്യാം. പിന്നെ എല്ലാ 6 മാസവും ഡെന്റിസ്റ്റിന്റെ അടുത്ത് വിസിറ്റ് ചെയ്യുക. ഓക്കെ, I think I have reached an end. Sorry, I hope it has been good and കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. And if നിങ്ങളുടെ എന്തെങ്കിലും ഒന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല, I'm so sorry about it. നിങ്ങൾ വിചാരിച്ചു പോയിട്ടുള്ളത്, പക്ഷെ you can always get in touch with me. ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ please feel free to ask me. അതല്ലാത്തതാണെങ്കിൽ my email will be with Roshni. You can always ask her. അത്ര തന്നെ. പിന്നെ ഞാൻ ഈ DBOH ടൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ ഡെലിവറിംഗ് ബെറ്റർ ഓറൽ ഹെൽത്ത് കെയർ, അത് നമ്മളുടെ NHS പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എന്ത് ഒരു ഡീറ്റെയിൽ അറിയണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഇതിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി. കമ്പ്യൂട്ടറിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയത് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. I think I'll pass it to you, Roshni. Anyway, thank you, Renu. That was really excellent, very informative. എനിക്ക് തോന്നുന്നത് പിന്നെ ഏറ്റവും അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറെ സിമ്പിൾ ആയിട്ട് നന്നായിട്ട് ഏത് ലേമാനും മനസ്സിലാക്കുന്ന പോലെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഡെമോൺസ്ട്രേഷൻസ്, ഫ്ലോസ് ഒക്കെ ദാറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും ഷുഗറി ഡ്രിങ്ക്സ് ഫിസിയോ ഒക്കെ ചെയ്താൽ എന്താണ് റിൻസ് ചെയ്യാന്നുള്ളത്, ബട്ട് വി ഡോണ്ട് ഡു ഇറ്റ്. പക്ഷെ ആരെങ്കിലും ഇങ്ങനെ ഇതേപോലെ പറഞ്ഞു കേൾക്കുമ്പോ we think about it and hopefully we'll start doing it. Hopefully. അപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇനി ക്വസ്റ്റൻ ആൻസർ സെഷനിലേക്ക് കടക്കാം. ഷഹീന and Mubi will be doing the Q&A. Okay. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. We'll try to cover as much as possible. No problem. അഥവാ cover ചെയ്തിട്ടില്ലെങ്കിലും I can always reply to them through email or something. Don't worry. Okay. Shahina, thank you, Roshni. or Mubi. Thanks, Renu. No worries. Thank you very much, Rehna. Yeah, very informative. Live demonstration ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. Oh, thank you. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് അധികം ഉണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ? Okay, definitely. I'm trying my best. കുട്ടികളുടെ ഡെന്റൽ കെയർ പറ്റി ചോദിച്ചില്ല, അപ്പൊ അത് കുറെ you have covered. അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ വായിക്കാം. Okay. Why do kids grind teeth and how to reduce it? Okay, yeah. ഇത് കുട്ടികളെ ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ആൻഡ് ബേസിക്കലി എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു സയന്റിഫിക് ടച്ച് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് ഡ്രീംസും അവർ ഭയങ്കര സ്ലീപ്പിൽ ഭയങ്കര ആക്റ്റീവ് ആണെന്നാണ് പറയപ്പെടുന്നത്. നമ്മളെക്കാളും ഒരുപാട് ഫെയറി ടെയിൽസും അങ്ങനത്തെ ഒക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരുപാട് ഗ്രൈൻഡ് ചെയ്യുന്ന പറയുന്നത്. പക്ഷെ ദർ ഇസ് നത്തിങ് ടു വറി. ചിലപ്പോൾ പാരന്റ്സ് ഒക്കെ വന്നിട്ട് പറയും കിടക്കിട്ടാണെന്നോ ഒച്ച കേട്ടിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ, അത് അധികം അവരെ സ്ട്രെസ് ഒന്നും പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാനില്ല. മൗത്ത് ഗാർഡ് ഒന്നും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കില്ല, അതൊക്കെ അഡൽട്സിനുള്ള കാര്യങ്ങളാണ്. അപ്പം അത് ജസ്റ്റ് അവര് ഏജ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ആ ഹാബിറ്റിൽ നിന്ന് അവർ പുറത്തേക്ക് വരും. ഇനി അഥവാ ഒരു 16 വയസ്സായിട്ടും ഇതിങ്ങനെ തന്നെയാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മൗത്ത് ഗാർഡോ എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് നോക്കും. പക്ഷെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇങ്ങനെ ഒരു 10 വയസ്സിനുള്ള മേലുള്ള കുട്ടികൾ ഗ്രൈൻഡ് ചെയ്തിട്ട് പല്ല് തേയ്മാനം സംഭവിച്ചു തുടങ്ങുകയാണെങ്കിൽ കുറേയൊക്കെ അത് സ്വന്തം റിക്കവർ ചെയ്യും. കാരണം ആ പല്ലുകൾ ഡെവലപ്പ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, എന്നിട്ടും ഒരുപാട് എക്സ്റ്റെൻഡിൽ അത് പോയിട്ടുണ്ടെങ്കിൽ ഡ്യൂറോഫാറ്റ് ഞാൻ പറഞ്ഞില്ല, ഒരു ടൂത്ത് പേസ്റ്റ് ഉണ്ട് ഡെന്റിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന, അത് പ്രിസ്ക്രൈബ് ചെയ്യാം. പക്ഷെ ജനറലി ഐ വുഡ് സേ അത് അത്ര വെറി ചെയ്യേണ്ട കാര്യമല്ല. Okay. Thank you. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അഗൈൻ കുട്ടികളെ പറ്റിയിട്ട് തന്നെയാണ്, പക്ഷെ അത് നീ ഐ തിങ്ക് യു ഹവ് ഓൾറെഡി കവേർഡ്. എന്നാലും ഒന്ന് വായിക്കാം. വാട്ട് amount of fluoride is acceptable? Would a rice grain sized dab of adult
toothpaste be a risk for little ones, or is it safer to buy targeted kids toothpaste? Definitely safe to buy targeted kids toothpaste. ഞാൻ പറഞ്ഞ പോലെ ഒരു 6 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ 1000 ppm. ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ടൂത്ത് പേസ്റ്റ് എടുത്ത് വെച്ചേക്കണത്. അപ്പൊ സോഡിയം ഫ്ലൂറൈഡ് ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഏതൊരു ടൂത്ത് പേസ്റ്റിന്റെ പുറകിൽ നോക്കിയാലും സോഡിയം ഫ്ലൂറൈഡ് ഇതിൽ കണ്ടിട്ടുണ്ടോ? 1450 ppm ഫ്ലൂറൈഡ്. അതായത് ഒരു അഡൽട്ട് ടൂത്ത് പേസ്റ്റ് ആണ്. ഓക്കെ, ഒരു 6 വയസ്സിലുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും ഫ്ലൂറൈഡ് വേണ്ട. അവർക്ക് 1000 താഴെയുള്ള ഫ്ലൂറൈഡ് മതി. ഇനി 6 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ 1000 to 1450 ppm. അത് എന്തുകൊണ്ടാണ് പറയണെന്ന് വെച്ചാൽ 6 വയസ്സുള്ളവർക്ക് ഒരു 1000 മതി. പക്ഷെ 8, 10, 12 വയസ്സാകുമ്പോൾ പതുക്കെ അവർ അഡൽട്ട് ടൂത്ത് പേസ്റ്റിലേക്ക് പോയിക്കോട്ടെ. അതുകൊണ്ടാണ്. പിന്നെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, ഗ്രെയിൻ സൈസ് എമൗണ്ട് ഓഫ് അഡൽട്ട് ടൂത്ത് പേസ്റ്റ്. ഞാൻ എപ്പോഴും പറയില്ല ലെസ് ദാൻ 3 years എന്ന് പറഞ്ഞാൽ സ്മിയർ ഒന്ന് ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി. ആഫ്റ്റർ 3 years എന്ന് പറഞ്ഞാൽ ഒരു പി സൈസ് എമൗണ്ട് ഓഫ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. അതും കറക്റ്റ് എമൗണ്ട് ഓഫ് ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ്. താങ്ക് യു. ഐ ഹോപ്പ് ഐ ഹാവ് ആൻസർഡ് ഇറ്റ്. ഓക്കെ, താങ്ക് യു. ഇനി അതിന്റെ തന്നെ കുട്ടികളുടെ തന്നെ വേറെ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. റീസൺസ് ഓഫ് ബാഡ് ബ്രെത്ത് ഇൻ ചിൽഡ്രൻ and how can we solve it? Okay, 7 to 8, 7 to 10 years ആണ് പറയണത്. അല്ല, എങ്ങനെ ഏജ് 7 മുതൽ 10 വരെയുള്ള കുട്ടികളുടെ ബാഡ് ബ്രെത്ത് എങ്ങനെയാ സോൾവ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, റീസൺ ഓഫ് ബാഡ് ബ്രെത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് കുഞ്ഞുങ്ങളുടെ വായിൽ ബാഡ് ബ്രെത്ത് ഉണ്ടാകാനുള്ള കാരണം പല്ലിൽ വരുന്ന ക്യാവിറ്റീസ് ആണ്. ഓക്കെ, ചിലപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും പെയിൻ ഉണ്ടാവണം എന്നില്ല. ഒരു ക്യാവിറ്റി വന്നാൽ അത് വേദനയിൽ അവസാനിക്കണം എന്നില്ല. പക്ഷെ ക്യാവിറ്റി ഉണ്ടായി അതിന് ഫുഡൊക്കെ ട്രാപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ അത് നമുക്ക് ഊഹിക്കാം അതൊരു ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലെ. അപ്പൊ അതിന്ന് വരുന്ന സ്മെല്ലാണ് ഒരു റീസൺ. ഓക്കെ, രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ അഡിനോയിഡ്സ് ഒക്കെ ഉള്ള ടോൺസിൽസ്, അഡിനോയിഡ്സ് അങ്ങനത്തെ ഒക്കെ ഉള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അവർ ഉറങ്ങുമ്പോൾ അവരുടെ വായ ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്നു പോകും. ഓക്കെ, അപ്പൊ മൗത്ത് ബ്രീത്തിങ് ഉണ്ടാവുകയും അങ്ങനെ അത് അവർക്ക് ശരിക്കും വായ അടക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ അത് ആ ഒരു ഡ്രൈ മൗത്ത് കാരണം ബാഡ് ബ്രെത്ത് ഉണ്ടാകാം. ഓക്കെ, ഇതാണ് കുഞ്ഞുങ്ങളുടെ സാധാരണ ബാഡ് ബ്രെത്ത് ഉണ്ടാകാനുള്ള കാരണം. പിന്നെ ചില ഗം പ്രോബ്ലംസും മെഡിക്കലി റിലേറ്റഡ് പ്രോബ്ലംസും ഒക്കെ ഉള്ളവർക്കും ബാഡ് ബ്രെത്ത് ഉണ്ടാകും. എന്ത് ചെയ്യാൻ പറ്റും അതിന്? കോസ് എന്താന്ന് ആദ്യം കണ്ടുപിടിക്കുക. അവർ നന്നായിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ടോ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് വായി കൊപ്പിളിച്ച് കളയുന്നുണ്ടോ, അതൊക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ തിങ്സ് ബട്ട് മേക്സ് എ ഡിഫറൻസ്. ഓക്കെ, ഞാൻ എന്റെ മോളോട് റുഹീനോട് അവൾക്ക് ബാഡ് ബ്രെത്ത് വരുമ്പോൾ ഞാൻ അപ്പൊ അവളോട് പറയും, മോളെ നിന്റെ മൗത്ത് ഡ്രൈ ആയിട്ടുണ്ട്, വേഗം പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് അതിന്റെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ ലൂബ്രിക്കേറ്റ് ചെയ്യുക, വായി എത്രയും നന്നായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നന്നായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യുക. അതൊക്കെ തന്നെ, വറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതൊരു കോൺസ്റ്റന്റ് പ്രോബ്ലം ആണ്. പക്ഷെ പല്ലുകളൊക്കെ പിന്നെ ഓർത്തഡോണ്ടിക് റീസൺ ഉണ്ട്. ശരിക്കും കുട്ടികൾക്ക് വായ അടക്കാൻ കഴിയാത്ത അവസ്ഥ, അതായത് പല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് ശരിക്കും വായ അടക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഡ്രൈ മൗത്ത് ഉണ്ടാകും, അങ്ങനെ വായു നാറ്റം ഉണ്ടാകും. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ റീസൺ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു. പിന്നെ ഇറോഷനെ പറ്റി സംസാരിച്ചില്ലേ, അപ്പൊ ഇറോഷൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കാരണം ഉണ്ടാവും അതിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെമണേഡ് കാരണം ക്രോസ് ചെയ്യോ എന്നുള്ളതാണ് വേറെ ക്വസ്റ്റ്യൻ. ഷൈന, ഞാൻ കേട്ടില്ല. ലെമണേഡ് കാരണം ഇറോഷന്റെ ഒരു കോസ് ആണ് ഇറോഷൻ. അതെ, ഇറോഷൻ വരുന്നു പറഞ്ഞില്ലേ? ലെമണേഡ് കൊണ്ട് ഇറോഷൻ വരുമോന്ന്? ഒബ്വിയസ്ലി ലെമണേഡ് എന്ന് പറഞ്ഞാൽ ലെമൺ എന്ന് പറഞ്ഞാൽ ആസിഡിക് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്തൊരു ആസിഡിക് ഫുഡ് ആൻഡ് ഡ്രിങ്കും പല്ലിന്റെ മേലെ എത്ര നേരം കോണ്ടാക്ട് ഉണ്ടോ അത്രയും നേരം ഡാമേജ് വരുത്തും. ഓക്കെ, അതിൽ ഈ ലെമണും ലെമണേഡും ഒക്കെ പറ്റും. ഈ ഈവൻ ചില ഗർഭിണികൾ എന്ന് പറഞ്ഞാൽ ഈ ലെമൺ ഇങ്ങനെ പല്ലൊക്കെ, അങ്ങനത്തെ പേഷ്യൻസ്, എന്റെ റെഗുലർ പേഷ്യൻസ് പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ചിലപ്പോൾ കാണാൻ പല്ലൊക്കെ തേഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിങ്ങനെ പിടിച്ചു നിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? കാരണം പല്ല് തേയ്മാനം സംഭവിക്കും. അപ്പൊ അതിനനുസരിച്ച് അപ്പൊ കുട്ടികളൊക്കെ എപ്പോഴും കുടിക്കുന്ന സാധനമാണ്. നമ്മളത് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോങ് ടേം ആയിട്ട് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എത്രമാത്രം കുറക്കാൻ പറ്റുമോ കോണ്ടാക്ട് അത്രമാത്രം കുറക്കാൻ നോക്കുക. അപ്പൊ അവർക്കൊരു സ്ട്രോ കൊടുക്കുക. പിന്നെ മെയിൻ മീൽസിന്റെ ഒക്കെ കൂടെ ലെമണേഡ് കൊടുക്കുക. അപ്പൊ നമ്മൾ ജനറലി ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് അതും വാഷ് ചെയ്ത് പോകും. പിന്നെ ഇങ്ങനത്തെ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വായി കഴുകി കളയുക. സിമ്പിൾ തിങ്സ്.
പിന്നെ ഷുഗർ ഫ്രീ ചൂയിങ് ഗംസ് അത് ഉപയോഗിക്കുക. അപ്പൊ സലൈവറി ഫ്ലോ കൂടും. ഇതിനെ ഡൈല്യൂട്ട് ചെയ്ത് ഒക്കെ അത് വാഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ ചൂയിങ് ഗത്തിന് പറ്റിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇസ് ഇറ്റ് സേഫ് ടു യൂസ് ചൂയിങ് ഗംസ് ഇഫ് ഗോട്ട് എ ഫില്ലിംഗ് ഓർ റൂട്ട് കനാൽ ഡൺ? Absolutely fine. As long as അത് ഷുഗർ ഫ്രീ ചൂയിങ് ഗംസ് ആണെങ്കിൽ there is no harm. പക്ഷെ എന്തിനും നമുക്ക് നമ്മളുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിക്കണം. ഒരുപാട് നേരം ഇതിന്റെ ഇഫക്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കടിച്ചിരിക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ അത് ചിലപ്പം ഫില്ലിങ്സിന്റെ ഇടയിലൊക്കെ സ്റ്റക്കായി കിടക്കും എന്നുള്ള ഒരു ഡൗൺ സൈഡ് ഉണ്ട്. അപ്പൊ ഷുഗർ ഫ്രീ ചൂയിങ് ഗംസ് ആണെങ്കിൽ ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫൈൻ ടു യൂസ് ഇഫ് യു ഹാവ് എ ഫില്ലിംഗ് or റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു പേർപ്പസ് കഴിഞ്ഞാൽ അത് തുപ്പിക്കളയുക. ഓക്കെ, താങ്ക് യു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് എമൗണ്ട് ഓഫ് ടൂത്ത് ഡീകേ ആൻഡ് ജെനറ്റിക് റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഐ ബിലീവ് ദർ ഇസ് സം റിസർച്ച് ദാറ്റ് സപ്പോർട്ട്സ് ദാറ്റ് തിയറി. വെൽ, എല്ലാ ഇങ്ങനത്തെ തോട്ട്സുകൾക്കും ഇറ്റ് ഇസ് സപ്പോർട്ടഡ് ബൈ റിസർച്ച്. ഓക്കെ, പക്ഷെ ചില റിസർച്ചിന് ഇപ്പോഴും ദേ ഹാവ് നോട്ട് കം ഇൻ ടു എ കൺക്ലൂഷൻ. ഓക്കെ, ആൻഡ് ഐ ഡോണ്ട് തിങ്ക്, ആസ് ഫാർ ആസ് ഐ എം അവെയർ, ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജെനറ്റിക്സ് ആൻഡ് ഡെന്റൽ കേരീസ്. ഓക്കെ, പക്ഷെ ഇതിന്റെ അർത്ഥം ഇത് നമുക്ക് ബ്രോഡ് ആയിട്ട് തിങ്ക് ചെയ്യണം. അതായത് ഒരു ലോ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് ഉള്ള ഒരാളാണെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഗല്ലിയിലൊക്കെ താമസിക്കുന്ന ഒരാളാണെങ്കിൽ ഇവരുടെ ഡയറ്റും ഒക്കെ ഒരേപോലെ ആയിരിക്കും. കാരണം അവർക്ക് അത്ര ന്യൂട്രീറ്റീവ് ഫുഡ്സും പോഷക സംബന്ധമായ ആഹാരങ്ങളൊന്നും അല്ല അവർ കഴിക്കുക. അവർ കൂടുതലും കഴിക്കുന്ന ഷുഗറി ഫുഡും ബ്രെഡ് അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. അപ്പം അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ ഡെന്റൽ കേരീസ്, ക്യാവിറ്റീസ് ഒക്കെ കൂടുതലുണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി കുഞ്ഞുങ്ങളും ഇതേ ഭക്ഷണം തന്നെയാണ് കഴിക്കുക. അവർ അതിനെ പറ്റി അത്ര അവെയർ അല്ല. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് വരിക എന്നല്ലാണ്ട് there is no genetic link between it. I don't think there is any researchers proving. I might be wrong, but I'm not very sure about it. But there is a clear genetic link. Or clear cut genetic link ഉണ്ട് gum disease-ഉം genetics-ഉം തമ്മിൽ. ഓക്കെ. പിന്നെ 2-3 സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. അതിന് മുന്നേ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. What are your thoughts about invisible and discreet expensive cosmetic braces that we can buy from various reputable online companies? So നമുക്ക് കുറെ ആഡ്സിലൊക്കെ വരുന്നില്ലേ, അപ്പൊ അതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുള്ളത്. Okay. Well, generally ഒരു ഡെന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മള് വലങ്ങനെ എൻകറേജ് ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ ഓൺലൈൻ ഡെന്റൽ അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ. ചിലതൊക്കെ ഫൈൻ ആണ്. ടെമ്പററി ഫില്ലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു കൗണ്ടറിൽ പോയിട്ട് ടെമ്പററി ഫില്ലിംഗ് മെറ്റീരിയൽ വാങ്ങി ഒരു ക്യാവിറ്റി ഡെന്റിസ്റ്റിനെ കാണാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അതിലേക്ക് വെക്കാം. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇൻവെസലൈൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പൊതുവെ അഡ്വൈസ് ചെയ്യാറില്ല. ഞാനിപ്പോ ഹോപ്പ്ഫുള്ളി ഐ എം സ്റ്റാർട്ടിങ് എ കോഴ്സ് ഓൺ ഇറ്റ്. പക്ഷെ ഞാൻ പൊതുവെ അഡ്വൈസ് ചെയ്യില്ല. നിങ്ങൾ അത് ചെയ്യണമെങ്കിൽ ഒരു റെപ്യൂട്ടഡ് അറിയാവുന്ന ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് അത് ഫേവറബിൾ ആണോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണോ, അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, എല്ലാത്തിനും മണി ഈസ് ഇൻവോൾവ് അല്ലെ. അതെ, ഇറ്റ്സ് നോട്ട് ചീപ്പ് ആസ് യു തിങ്ക്. നമ്മൾ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ചീപ്പ് ആകണം എന്നൊന്നുമില്ല. അപ്പൊ അത് അനുസരിച്ച് ഒരാൾ അതിനെപ്പറ്റി അറിയാവുന്ന ഒരാളുടെ അടുത്തുനിന്ന് അത് ഡയറക്റ്റ് ചെയ്യുന്നതല്ലേ. ഒന്നും അറിയാതെ ഓൺലൈനിലൊക്കെ വാങ്ങി ഓരോന്ന് പല്ലിന്റെ മേലെ വെച്ചിട്ട് ഇപ്പൊ കാണാം ഒരുപാട് കേസസ് ഉണ്ട്. ബ്ലീച്ചിങ്, വൈറ്റനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പേഷ്യന്റ് പല്ല് തന്നെ നശിച്ചു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഐ വുഡന്റ് റെക്കമെൻഡ് ഇറ്റ്. നിങ്ങളിപ്പോ അങ്ങനെ ചെയ്യാൻ വിചാരിക്കുകയാണെങ്കിൽ ഇഫ് യു ആർ പ്ലാനിങ് ടു സ്പെൻഡ് സം മണി, സ്പെൻഡ് ഇറ്റ് വൈസ്ലി. ഓക്കെ, അത് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അതെന്താന്ന് അറിഞ്ഞിട്ട് അതേപോലെ നിങ്ങൾക്ക് പറ്റാവുന്നതാണോ എന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നാണ് ഞാൻ അഡ്വൈസ് ചെയ്യാറുള്ളൂ. ഐ ഹോപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചവർക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇന്റർഡെന്റൽ ബ്രഷസിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ഡൗട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ വെൻ യു യൂസ് ഇന്റർഡെന്റൽ ബ്രഷസ്, വിൽ ഇറ്റ് പുഷ് ദ ഗം ഡൗൺ ആൻഡ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഗം റിസീഡിംഗ് ഇഷ്യൂസ് ഉണ്ടാക്കുമെന്ന്? Okay. Interdental brushes, no. Interdental brushes as such, അത് ഒരിക്കലും ഗം റിസീഡ് ചെയ്യിക്കില്ല. പക്ഷെ എന്താ അതിന്റെ ഒരു വ്യത്യാസം വരികയെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോ നേരത്തെ ഞാൻ കണ്ട ആ സ്വെല്ലിങ് കണ്ടില്ലേ, ആ സ്വെല്ലിങ് കാണുമ്പോ നമ്മള് ആ ഗംസ് കുറച്ച് താന്നിട്ടായിരിക്കും പല്ലിന്റെ മേലേക്ക്. അപ്പൊ പക്ഷെ പേഷ്യന്റിന്റെ വിചാരം അത് അങ്ങനെയാണ് നോർമൽ പല്ല് എന്ന്. അപ്പൊ നമ്മള്
എപ്പോഴും ഈ ഗം ട്രീറ്റ്മെന്റ് ഇന്റർഡെന്റൽ ബ്രഷസ് ഒക്കെ ഉപയോഗിക്കാൻ പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നോക്ക് നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്വെല്ലിംഗ് കുറക്കുകയാണ്. ആ സ്വെല്ലിംഗ് കുറക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഗംസ് ഒക്കെ മേലേക്ക് പോകാൻ തുടങ്ങും. ഓക്കെ, ഷ്രിങ്കിങ് തുടങ്ങും. അതൊരു ഹെൽത്തി അപ്പിയറൻസ് ഓഫ് ഗംസ് ആണ്. അപ്പൊ ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി പല്ലുകളൊക്കെ ലോങ്ങർ ആയി തുടങ്ങും. കാരണം ആ ഫോൾസ് ആയിട്ട് കവർ ചെയ്ത ഭാഗമൊക്കെയാണ് ഈ ഷ്രിങ്ക് ചെയ്ത് മേലേക്ക് പോണത്. അപ്പം ആ പല്ലുകൾ ഇപ്പൊ എക്സാമ്പിൾ ഇങ്ങനെയാണെങ്കിൽ ഈ പല്ലുകളൊക്കെ ഈ ഗംസ് ഒക്കെ ഷ്രിങ്ക് ചെയ്ത് പോകുമ്പോൾ ഈ നോർമൽ ആയിട്ടുള്ള പല്ലിന്റെ ലെങ്ത് കാണാൻ തുടങ്ങും. അപ്പൊ പേഷ്യന്റ് വിചാരിക്കും ഇത് റിസീഡ് ചെയ്യാണെന്ന്. അത് റിസീഡിങ് അല്ല, അതൊരു ഹെൽത്തി അപ്പിയറൻസ് ഓഫ് ഗംസ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം പേഷ്യന്റിനോട് പറയും, ഇങ്ങനത്തെ ഉപയോഗിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് ലോങ് ടീത്ത് ആണോ അതോ തീരെ പല്ലില്ലാത്തതാണോ വേണ്ട? അപ്പൊ എല്ലാവരും പറയും ഓക്കെ ഇത് ഇങ്ങനെയാണ് സംഭവമെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇന്റർഡെന്റൽ ബ്രഷസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് ഗംസ് ഷ്രിങ്ക് ചെയ്ത് കഴിയും. അപ്പൊ ചിലപ്പോൾ പല്ല് ലോങ് ആയിട്ട് അപ്പിയർ ചെയ്യും, കുറച്ച് റൂട്ടൊക്കെ കാണും. പക്ഷെ ദാറ്റ് ഈസ് ഹെൽത്തി, ദാറ്റ് ഈസ് ഫൈൻ. പക്ഷെ ആസ് സച്ച് ഇറ്റ് വുഡന്റ് കോസ് receding gums unless you are using the wrong interdental brushes and traumatizing your gums. Okay. I hope I answered it. പിന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഫില്ലിങ്ങിനെ പറ്റിയിട്ടാണ്. സോ how would you know if a filling has cracked? And do we need to wait till it's awful? I think എന്താ മീൻ ചെയ്തതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. I don't know. Yeah. ഓക്കെ, ഫില്ലിംഗ് ക്രാക്ഡ് ആണോ എന്ന് അറിയുന്നത് അത് ആദ്യം അറിയുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും, പേഷ്യന്റ് തന്നെ ആയിരിക്കും. കാരണം പേഷ്യന്റിന് എന്തെങ്കിലും ഒരു ഡിഫറൻസ് അവിടെ തോന്നിയിട്ടുണ്ടെങ്കിൽ there is something wrong with the filling, അല്ലെ? എന്തെങ്കിലും ഒരു പ്രശ്നം ഫില്ലിങ്ങിന് ഉണ്ടെന്ന് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഡു വി ഹാവ് ടു വെയിറ്റ് ഫോർ ലോങ്? അൺഫോർച്ചുനേറ്റ്ലി അതാ എനിക്കൊന്ന് ഞാൻ അതാണ് ആദ്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The longer you wait, the more complicated it is going to be. അല്ല, അപ്പൊ തുടക്കത്തിൽ നമുക്ക് അത് എന്തെങ്കിലും ഒരു വ്യത്യാസം, ഞാൻ പറയുന്നത് ഒരു സിംറ്റം വരാൻ നിൽക്കരുത് നിങ്ങളൊരു ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ. ഒരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 9 മാസം കൂടുമ്പോഴെങ്കിലും ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്തിട്ട് എല്ലാ പല്ലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കുക. കാരണം നിങ്ങൾക്ക് ആ സെൻസേഷൻ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ടു ലേറ്റ് ആണ്. അപ്പൊ അതിന്റെ മുന്നേ തന്നെ ഒരുപാട് ഡാമേജസ് സംഭവിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് വെയിറ്റ് ചെയ്ത് ആ ഫില്ലിങ് പൊട്ടിയിട്ടുണ്ടാവും, കുഴപ്പമുണ്ടാവില്ല. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു സെറ്റിൽ ഓൺ ഇറ്റ്സ് ഓൺ. അത് ഒറ്റക്ക് അത് ശരിയാവില്ല, അത് വേഴ്സ് ആവേ ഉള്ളൂ. അപ്പൊ ഡോണ്ട് വെയിറ്റ് ഫോർ ഇറ്റ്. എന്തെങ്കിലും ഒരു ചേഞ്ച് തോന്നിയിട്ടുണ്ടെങ്കിൽ ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ് ചെക്ക്. അപ്പൊ ചിലപ്പോൾ ഒരു സിമ്പിൾ ഫില്ലിങ് വെച്ച് ആ പ്രശ്നം അവിടെ നിൽക്കും. ഇതവിടെ ഇട്ട് കുറെ റൂട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഒക്കെ വേണ്ടി വരും. ഓക്കെ, ഇനി 2-3 സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം സോ ബേസിക്കലി ഒരു ക്വസ്റ്റ്യൻ ടീത്ത് ബ്രേസസിനെ പറ്റിയിട്ടാണ്. So I haven't completed my teeth braces treatment years ago, and after second child delivery my teeth has started to migrate. So is there any treatment to stop the migration? Well, braces treatment complete ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പല്ലിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഇട്ടിട്ടാണ് അത് അവിടെ നിർത്തിയേക്കുന്നത്. കാരണം അത് ഒരു സാധനത്തിന് മൂവ് ചെയ്ത് അത് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവച്ചില്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമല്ലോ. ഓക്കെ, അപ്പൊ ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഇസ് ഓൾവേസ് എ ചാൻസ് ഓഫ് റിലാപ്സിങ്. അത് എപ്പോഴും വേണമെങ്കിലും തിരിച്ച് വേഴ്സ് ആകാം, അതിലും ബാഡ് ആകാം, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ വരാം. ഓക്കെ, പിന്നെ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ തന്നെ ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞാല് ഗംസ് ഒക്കെ സ്വതവേ വീക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം അതിനനുസരിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഗം ഡിസീസ് ഉള്ള ഒരു ആളാണെങ്കിൽ അത് മൈഗ്രേറ്റ് ചെയ്യും, പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങും. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് എന്താണ് നിങ്ങളുടെ ഗംസിന്റെയും ടീത്തിന്റെയും അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ചെറിയ മൈഗ്രേഷൻ ആണെങ്കിൽ ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. ഓക്കെ, ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്ത് അത് സ്റ്റേബിൾ ആക്കി വെക്കുക പല്ലിനെ. അത് ഇൻകംപ്ലീറ്റ് ആക്കി വെച്ചാൽ ആ പല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കാനുള്ള ചാൻസസ് എപ്പോഴും ഉണ്ട്. ഈവൻ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ റീറ്റെയിനേഴ്സ് എന്ന് പറഞ്ഞ സാധനം കൊടുക്കും. അതായത് പല്ലുകളുടെ അധികം മൂവ് ചെയ്യിക്കാതെ അവിടെ പിടിച്ചു നിർത്തുന്ന സാധനമാണ് റീറ്റെയിനേഴ്സ്. അപ്പൊ അത് ഈവൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല ഓർത്തോഡോണ്ടിസ്റ്റുകളും കൊടുക്കുന്ന സാധനമാണ്. കാരണം പല്ലുകൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. അപ്പം ഈ ഇപ്പൊ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ഗം പ്രോബ്ലം ഉണ്ടാകാം, അതും ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം ഏറ്റവും നല്ലൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ചെക്ക് ചെയ്യുക എന്താണ് കുഴപ്പമെന്ന്. ഓക്കെ, പിന്നെ അഗൈൻ ഒരു സ്പെസിഫിക് സിനാറിയോ ആണ്, ഞാൻ വായിക്കാട്ടോ. സോ ആസ്കിംഗ് ഫോർ എ ഫ്രണ്ട്, സോ ഹെർ ലിറ്റിൽ ബോയ് ഈസ് ഇൻജേർഡ് ആൻഡ് ലോസ്റ്റ് എ ടൂത്ത് when he was 2 years. He's 8 now and that tooth has not come back.
Okay. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ഇനാമൽ ഡസ് നോട്ട് കം ബാക്ക് റൈറ്റ് എന്നാണ് ചോദ്യം. Okay. Okay. He's 8 now. Yeah. Yeah. Okay. ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും ട്രോമയൊക്കെ വന്ന് പല്ലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അധികം അങ്ങോട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഒന്നാമത് അതൊരു ബേബി പല്ലാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് അറിയാം എത്രമാത്രം ഫോഴ്സ്ഫുള്ളി ആയിരുന്നു ആ ട്രോമ. ഒരു ചെറിയ വീഴ്ചയൊക്കെ വന്ന് പല്ല് പോയിട്ടുണ്ടെങ്കിൽ സാരമില്ല, നമുക്കത് വലിയ ബ്രൂയിസിംഗ് ഒന്നും എവിടെ ഇല്ലെങ്കിൽ അത് നമുക്ക് മോണിറ്റർ ചെയ്യാം, ഒന്ന് നിരീക്ഷിച്ചാൽ മാത്രം മതി. പക്ഷെ ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഫോൾ ആണ്, എല്ലാം കൂടെ പൊട്ടിയിട്ടുള്ള അവസ്ഥയാണ്, ഒരുപാട് ബ്രൂയിസിംഗ് ആണെങ്കിൽ ആ മോണയുടെ ഉള്ളിൽ നമ്മളുടെ വലിയ പല്ല് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെ ഹാം ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അതിന് ഡാമേജ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ടത് എന്താ വെച്ചാൽ ഏത് പല്ലാണ് ഇത് പോയത്, മേലത്തെ പല്ലാണ് താഴത്തെ പല്ലാണ്. കാരണം ഓരോ പല്ലും ഡെവലപ്പ് ചെയ്യുന്നത് പല ഏജുകളിലാണ്. ഓക്കെ, ഈ മേലത്തെ പല്ലാണ് പൊതുവെ ഇങ്ങനെ ട്രോമ ഒക്കെ വരുമ്പോ ഈ മേലത്തെ പല്ലാണ് ഡാമേജ് പറ്റുക. അപ്പോ അത് എത്ര സിഗ്നിഫിക്കന്റ് ആയിരുന്നു ആ ഡാമേജ്, ഒരുപാട് സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ ദർ ഇസ് ഓൾവേസ് എ ചാൻസ് നിങ്ങളുടെ മേലത്തെ പല്ലിന് ഡാമേജ് പറ്റാനുള്ളത്. പക്ഷെ ഈ പറഞ്ഞ പോലെ വല്ല ബാക്കിലെ പല്ലൊക്കെയാണ് പോയതെങ്കിൽ നമ്മൾക്ക് ഒന്നും ചെയ്യണം, നമുക്ക് മോണിറ്റർ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം അത് ലേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പല്ലുകളാണ്. ഓക്കെ, പിന്നെ ഈ ഞാനിപ്പോ പറയുന്നത് എന്താ വെച്ചാൽ ഈ മേലത്തെ പല്ലിനാണ് ഡാമേജ് എങ്കിൽ അതൊരു 8 വയസ്സായിട്ടും വന്നിട്ടില്ലെങ്കിൽ ഏറ്റവും നല്ലത് ഒരു എക്സ്റേ എടുത്തിട്ട് എന്താണ് അതിന്റെ പ്രശ്നം എന്ന് കണ്ടുപിടിക്കുന്നതാണ്. പക്ഷെ ആസ് ഐ സെഡ്, ഇപ്പൊ ബാക്കിയുള്ള പല്ലൊക്കെയാണ് ഇത് പറ്റിയിട്ടുള്ളതെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുന്നതിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ മുന്നത്തെ പല്ലുകൾക്കാണ് ഡാമേജ് ചെയ്യുന്നത്, 8 വയസ്സായിട്ടും വന്നിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് സെൻട്രൽ ഇൻസൈസർ ആദ്യത്തെ പല്ല് ഒരു എക്സ്റേ എടുത്ത് നോക്കിയിട്ട് എന്താണ് സംഭവം എന്ന് അറിയുന്നതിൽ കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. പിന്നെ അഗൈൻ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മൈ ഹസ്ബൻഡ് ഹാസ് സിവിയർ ഗം ബ്ലീഡിംഗ് and so basically nallonam severe gum bleeding ഉണ്ട്, and he can literally suck out blood from between his gums without much effort. How serious is this and what should our immediate step be? Well, that doesn't sound good, unfortunately. I'm so sorry. അങ്ങനെ സക്ക് ചെയ്യാന്നൊക്കെ പറ്റുകയെന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഓഫ് ഓൾ അവർ ഹെൽത്തി ആയിട്ടാണ് പല്ല് നോക്കുന്നതെങ്കിൽ എന്നിട്ടും ഇങ്ങനെ സംഭവിക്കുന്ന, അവർക്ക് അവെയർ ആണ്, അവർ മൗത്ത് വാഷ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, എന്നിട്ടും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ അത് നിങ്ങളൊന്നും ഒരു മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, കാരണം പല ബ്ലഡ് ഡിസോർഡേഴ്സിലും ബ്ലഡ് അസോസിയേറ്റഡ് ഡിസോർഡേഴ്സിലൊക്കെ ഒരു സൈൻ എന്ന് പറഞ്ഞത് സിവിയർ ബ്ലീഡിംഗ് കംസ് ഫോർ നോ റീസൺ. അപ്പൊ അത് ആദ്യം, കാരണം നമുക്ക് മേജർ ഇഷ്യൂസ് ഒന്നും നമ്മൾ മറന്നു കളയരുത്. അപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്ന് എന്റെ അടുത്ത് പേഷ്യന്റ് പറയാണ്, നോക്ക് ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റ് ബ്രഷസ് ഉപയോഗിക്കുന്നുണ്ട്, എന്റെ ഗമ്മ് വല്ലാതെ ബ്ലീഡ്. ഞാൻ പറയും, നോക്ക് നിങ്ങൾ ഒന്ന് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പോവാ. കാരണം ബ്ലഡ് പ്രോബ്ലംസിലും ഇതൊരു ടിപ്പിക്കൽ സൈൻ ആണ്, പല ബ്ലഡ് ഡിസോർഡേഴ്സിലും. എന്നിട്ടും ഇത് ഇങ്ങനെ സംഭവിക്കുകയാണ്, ഏജ് ഓഫ് ദ പേഷ്യന്റ് അതൊക്കെ അനുസരിച്ച് നമ്മൾ ഗം ട്രീറ്റ്മെന്റ് ചെയ്യും. അതിലും വ്യത്യാസം ഇല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് റിഫറൽ, ഗവൺമെന്റ് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് റിഫർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യും. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഡോണ്ട് ലീവ് ഇറ്റ് ഫോർ ലോങ്, ജസ്റ്റ് ഗെറ്റ് ഇറ്റ് ചെക്ക്ഡ് ഔട്ട്. Okay, so blood testനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അഗൈൻ ബ്ലഡ് ചെക്ക് ഫോർ ഡെന്റൽ ഇഷ്യൂസ്. അപ്പൊ അതിപ്പോ ബ്ലഡ് ചെക്ക് ഫോർ ഡെന്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് ഡെന്റൽ കേരീസും ബ്ലഡ് ടെസ്റ്റും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഓക്കെ, പല്ലിൽ വരുന്ന കേടും ബ്ലഡ് ടെസ്റ്റും തമ്മിൽ വലിയ ബന്ധമില്ല. പക്ഷെ ഗംസിന് വരുന്ന പ്രോബ്ലവും ബ്ലഡ് ടെസ്റ്റും തമ്മിൽ ബന്ധമുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ പ്രൊഫ്യൂസ് ബ്ലീഡിങ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് ആദ്യത്തെ സൈൻ ചിലപ്പം ഇതായിരിക്കും, ബ്ലീഡിങ് ഗംസ് ഒക്കെ ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഡയബറ്റീസും അങ്ങനെയൊക്കെ ഉള്ളവർക്കും പലവരും ഡയബറ്റീസ് ആണെന്ന് അറിയുന്നത് ഇങ്ങനത്തെ സൈൻ ആയിട്ട് വന്ന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ വളരെ ഹൈ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ടെസ്റ്റ് അഡ്വൈസ് ചെയ്യുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ പറയാറില്ല. ഓക്കെ, ഇനി പ്രഗ്നൻസിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. വൈ ഈസ് RCT നോട്ട് റെക്കമെൻഡഡ് ഇൻ പ്രഗ്നൻസി ആൻഡ് വൈ ഈസ് ടൂത്ത് പെയിൻ ഹൊറൻഡസ് ഇൻ പ്രഗ്നൻസി? Pregnancy itself is painful. Yeah, definitely. Okay, RCT not recommended in pregnancy. RCT എന്ന് പറയുന്ന ഒരു ബ്ലൈൻഡ് പ്രൊസീജിയർ ആണ്. ഞാൻ നേരത്തെ കാട്ടിയതുപോലെ എല്ലാം പല്ലിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം. നമ്മളുടെ ടച്ച്,
സെൻസേഷൻ, നമ്മൾ ഫീൽ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ സ്റ്റേജിലേക്കും പോകുന്നത്. ഞാൻ നേരത്തെ കാട്ടിയില്ല, എക്സ്റേ എന്ന് പറഞ്ഞാൽ ഇന്നെവിറ്റബിൾ ആണ്. ഒരു RCTയിൽ നമുക്ക് എക്സ്റേ ഇല്ലാതെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ എക്സ്റേ എന്ന് പറഞ്ഞാൽ എക്സ്റേയും പ്രഗ്നൻസിയും തമ്മിൽ ഒരുപാട് കോൺട്രവേഴ്സി ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ ആവുന്നതും പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് നമ്മൾ എക്സ്റേ അവോയ്ഡ് ചെയ്യും. ഓക്കെ, എക്സ്റേ എടുക്കാതെ നോക്കും. റിസർച്ചേഴ്സ് അല്ലെങ്കിൽ എവിഡൻസസ് പറയുന്നത് വളരെ വളരെ 1 in 100 million അങ്ങനെയൊക്കെയാണ് എന്തെങ്കിലും ഡാമേജ് ബേബീസിന് ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് ആ റിസ്ക് എടുക്കാൻ നമ്മളും റെഡി ആവില്ല, പേഷ്യന്റും റെഡി ആവില്ല. അതുകൊണ്ടാണ് പ്രഗ്നൻസിന്റെ ടൈമിൽ പിന്നെ അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ ഒരു എക്സ്റേ ഒന്നും എടുത്താൽ പോരാ, ഒരു 3-4 എക്സ്റേ ഒക്കെ എടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ അത് അവോയ്ഡ് ചെയ്യും. കാരണം പേഷ്യന്റും ആണ്. പിന്നെ ലിറ്റിഗേഷൻ, ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഏറ്റവും ഹയസ്റ്റ് ലിറ്റിഗേഷൻ ഉള്ള ഒരു സംഭവം. കാരണം നമ്മൾ അതിനുള്ള റിസ്ക് എടുക്കൂല, പേഷ്യന്റിനോട് പറയും ഡ്രസ്സൊക്കെ ചെയ്ത് ബേബി വന്നതിന് ശേഷം നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ പെയിൻ ത്രെഷോൾഡും പ്രഗ്നൻസി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കണക്റ്റഡ് ആണ്. ജനറലി എല്ലായിടത്തും ഏക്സ് ആൻഡ് പെയിൻസ് അല്ലേ, നമ്മൾ സ്ത്രീകൾ ഇങ്ങനെ മോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പ്രഗ്നൻസി. അപ്പൊ അത് ദാറ്റ് ഈസ് അപ്ലിക്കബിൾ ടു പല്ല് ആസ് വെൽ. കാരണം എല്ലായിടത്തും വേദന, പല്ലെന്നും വേദന. അപ്പൊ അതുകൊണ്ട് ഒരു സൈക്കോളജിക്കൽ ഫാക്ടറും കൂടി അതിൽ ഉണ്ടാകുമായിരിക്കും. ഓക്കെ, പിന്നെ ചോദിച്ചിട്ടുള്ളത് ഡ്രൈ മൗത്തിനെ പറ്റിയിട്ടാണ്. ഇസ് പെർസിസ്റ്റന്റ് ഡ്രൈ മൗത്ത് ഡ്യൂ ടു മെഡിക്കേഷൻ a threat to oral health and how can you combat this? ഡെഫിനറ്റ്ലി. ഡ്രൈ മൗത്ത് എന്ന് പറഞ്ഞാൽ സലൈവ എന്ന് പറഞ്ഞ ഒരു സേവർ ആണ്. സലൈവന്റെ ഫ്ലോ വായിൽ ഇല്ലെങ്കിൽ ഈ പ്ലാക്ക് ഒക്കെ അവിടെ തന്നെ കുറെ കിടക്കും. ഇത് ചെറിയ പ്ലാക്ക് ഉണ്ടായി വരുമ്പോ തന്നെ ഫുഡൊക്കെ പിടിക്കും, പ്ലാക്ക് ആകണ്ട. ഫുഡൊക്കെ പല്ലിന്റെ മേലെ പ്രതലത്തിൽ വന്ന് നിൽക്കുമ്പോ തന്നെ ഈ സലൈവ അതിന് ഒരുപാട് വാഷ് ഔട്ട് ചെയ്യും. ഓക്കെ, റിൻസ് ചെയ്ത് കളയും. സലൈവ ചില മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ സലൈവന്റെ ഫ്ലോ കുറെ കുറക്കും. പിന്നെ പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞ കീമോ റേഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ള കീമോ റേഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് എന്ന് പറഞ്ഞാല് സലൈവറി ഫ്ലോ, ഗ്ലാൻസ് ഒക്കെ എഫക്റ്റഡ് ആവും. അപ്പൊ ഈ സലൈവന്റെ ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുകയാണ്. പറഞ്ഞ പോലെ സലൈവ എന്ന് പറഞ്ഞൊരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ്, പ്രിവെന്റേറ്റീവ് ഫംഗ്ഷൻ ആണ്, ഒരു വാഷിംഗ് ഔട്ട് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ കാൽസ്യം, ഫോസ്ഫേറ്റ് ഇതൊക്കെ ഉണ്ട് സലൈവയിൽ. അപ്പൊ ഇതൊക്കെ ഈ പല്ലിന്റെ മേലെ ഡെപ്പോസിറ്റ് ചെയ്ത് പല്ലിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു സലൈവ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ അഭാവം ഉണ്ടെങ്കിൽ, അതിന് കുറവുണ്ടെങ്കിൽ അത് പല്ലുകളിലും മോണകളിലും നല്ല പ്രോമിനന്റ് ആയിട്ട് കാണിക്കും. അപ്പൊ നമുക്ക് ഡ്രൈ മൗത്തിന് എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം? ഇപ്പൊ മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അസോസിയേറ്റഡ് മെഡിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ പല ബ്ലഡ് പ്രഷർ ടാബ്ലറ്റ്സ് ഒക്കെ ഡ്രൈ മൗത്ത് ഉണ്ടാക്കും, കോമൺ ആയിട്ടുള്ള. അപ്പൊ നമ്മള് GP ആയിട്ട് സംസാരിക്കും, ഇത് ത്രൂ പേഷ്യന്റ് അല്ലെങ്കിൽ ഞങ്ങള് GPനെ ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് പറയും, നോക്കി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ക്യാൻ യു ഗിവ് സം ഓൾട്ടർനേറ്റീവ് മെഡിക്കേഷൻസ് കൊടുക്കുക. പിന്നെ പേഷ്യന്റിനോട് തന്നെ പറയും, ഞാൻ എപ്പോഴും പറയും ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം, ഇടക്കിടക്ക് വായി നനച്ചുകൊണ്ട് കൊടുക്കുക. അപ്പൊ വെള്ളം വരുമ്പോൾ തന്നെ നമ്മുടെ സലൈവയൊക്കെ കുറച്ചും കൂടി ഫ്ലോ ചെയ്യാൻ തുടങ്ങും. പിന്നെ ഡ്രൈനെസ് കുറക്കുക. ഷുഗർ ഫ്രീ ചൂയിങ് ഗംസ്, അത് ഗ്ലാൻസിന് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കുറെ സലൈവ ഉണ്ടാക്കാൻ ഹെൽപ്ഫുൾ ആണ്. ഷുഗർ ഫ്രീ ചൂയിങ് ഗംസ്, ഇതൊക്കെ സിമ്പിൾ തിങ്സ് ആണ്. ഇനി ഇതിലൊന്നും ഒതുങ്ങുന്നില്ലെങ്കിൽ പല ആർട്ടിഫിഷ്യൽ സലൈവറി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, ഓർത്താന സ്പ്രേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്പ്രേ ഒക്കെ നമ്മൾ മേലത്ത് പെർഫ്യൂം അടിക്കുന്ന പോലെ തന്നെ വായിന്റെ ഉള്ളിൽ അടിച്ചു കൊടുത്താൽ അത് ആർട്ടിഫിഷ്യൽ സലൈവ പോലെ നിൽക്കും. അതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പൊ എത്രമാത്രം സിവിയർ ആണ് ഡ്രൈനെസ്, എന്താണ് അതിന്റെ റീസൺ ആദ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുക. ചില മെഡിക്കേഷൻസ് ഇപ്പൊ ഡോക്ടേഴ്സ് പറയും ഇത് തന്നെ നിങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞാൽ യു ഹാവ് നോ ഓൾട്ടർനേറ്റീവ്സ് അതർ ദാൻ യൂസിങ് സലൈവറി സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പൊ ഒരു ഡെന്റിസ്റ്റിന്റെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പൊ ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടങ് ടൈനെ പറ്റിയിട്ടാണ്. സോ യുവർ വ്യൂസ് ഓൺ ടങ് ടൈസ് ആൻഡ് ഇറ്റ്സ് എഫക്ട് ഓൺ ഡെന്റൽ ഡെവലപ്മെന്റ് ഇൻ കിഡ്സ്. And does that cause issues like bubble palate? Is the effect reversible once the tie is corrected? Oh yes, tongue tie എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് upon the extent of tongue tie. എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ ഈവൻ വിത്ത് ഡെന്റിസ്റ്റ് ഹാവ് tongue tie. അത് എത്രമാത്രം സിവിയർ ആണ് എന്നുള്ളതാണ്, എത്രമാത്രം കോസ്മെറ്റിക്കലി എഫക്റ്റിംഗ് ആണുള്ളത് എന്നാണ് രണ്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. അതായത് നമ്മളുടെ ഡെന്റൽ കേരീസ് അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കൂല ടങ് ടൈ കാരണം. പക്ഷെ നമ്മളുടെ സംസാരിക്കുന്ന
മെത്തേഡ്. സംസാരിക്കുമ്പോൾ പല ഫോൾസ് നോയ്സസും വോയിസസും ഒക്കെ വരും ടങ് ടൈ ഉള്ളവർക്ക്. പിന്നെ കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെയുള്ള ഈ ഫ്രീനത്തിന്റെ അറ്റാച്ച്മെന്റ് ഒക്കെ വളരെ പ്രോമിനന്റ് ആകുമ്പോൾ അത് ചിരിക്കുമ്പോൾ ഒരു തീരെ പ്ലീസിങ് ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് റിലീവ് ചെയ്ത് കൊടുത്താൽ പേഷ്യന്റ് ഹാപ്പി ആവും. പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് വാവകൾക്കാണെങ്കിൽ ഫീഡിംഗ് ഒക്കെ എഫക്റ്റഡ് ആവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ടങ് ടൈ കുറച്ച് റിലീവ് ചെയ്ത് കൊടുക്കാനാണ് അഡ്വൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ശേഷം ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇഫ് യു വോണ്ട് ടു റേസ് യുവർ ഹാൻഡ് ആൻഡ് ഡയറക്ട്ലി ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ. ഞാൻ വായിക്കാം. Can you please tell about the teeth stains on a 7-year-old and what you can, and the remedy for it? Okay, teeth stains on a 7-year-old. I would say there's nothing to worry. Okay, as long as it is a stain. ഇതൊരു ഡീക്കെ കൊണ്ടുള്ള കളർ ചേഞ്ച് ആണെങ്കിൽ അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് ഉടനടി ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് ട്രീറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ ക്രോമോജനിക് ബാക്ടീരിയാസ്, അതായത് കളർ കൊടുക്കുന്ന ബാക്ടീരിയ ഈ കുഞ്ഞുങ്ങളുടെ വായിൽ ഒരുപാടുണ്ട്. ഇപ്പൊ എന്റെ മോന്റെ, അവന് 2 വയസ്സേ ഉള്ളൂ, അവന്റെ ഈ സെൻട്രൽ ഇൻസൈസറിന്റെ ഇവിടെ സ്റ്റെയിൻ ഉണ്ട്. ഒന്നും ചെയ്യാനില്ല, അത് അവരുടെ വായിൽ പെട്ടെന്ന് വരും സ്റ്റെയിൻസ്. ഒന്നത് പല്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഫുഡായിട്ട് ട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമ്മ വന്ന് ബാക്ടീരിയാസ് നിന്ന് അത് സ്റ്റെയിൻ ചെയ്യിക്കും. ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് മോണിറ്റർ ഇറ്റ്. ഭയങ്കര പ്രോമിനന്റ് ആണെങ്കിൽ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് പോളിഷിംഗ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അതൊരു ബ്രഷ് വെച്ചിട്ട് അത് ശരിക്കും അങ്ങോട്ട് എടുത്ത് കളയും. ദാറ്റ് ഇസ് ഫൈൻ. അങ്ങനെ കുട്ടികൾ തന്നെ ഡിസ്ട്രസ്ഡ് ആയിട്ട് ഇപ്പൊ ബുള്ളി ചെയ്യുന്നൊക്കെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ അത് എടുത്തു കൊടുക്കും പോളിഷിംഗ് ചെയ്തിട്ട്. പക്ഷെ യു ഹാവ് ടു മേക്ക് ഷുവർ അത് സ്റ്റെയിൻ തന്നെയാണ്, അല്ലാണ്ട് ഒരു ഹോള് വരികയല്ലാന്ന്. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. If someone is on alendronic acid for osteoporosis, what symptoms should they look out for in terms of bone necrosis problems? Okay, if somebody is on alendronic acid, alendronic acid ഉള്ളവർക്ക് ബോൺ നെക്രോസിസ് വരികയാണെങ്കിൽ അത് നടക്കും. പക്ഷെ അത് നമ്മളുടെ വായിന്റെ ഉള്ളിൽ പ്രോമിനന്റ് ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ ആ നോർമൽ പ്രോസസ്സിനെ എങ്ങനെയെങ്കിലും ഡിസ്റപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു പേഷ്യന്റ്, ഒരു ലോങ് ടേം അലൻഡ്രോണിക് ആസിഡ് കഴിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരൊരു പല്ല് എക്സ്ട്രാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നമ്മളുടെ ബോഡി ബാലൻസ് ചെയ്ത് അതങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ നമ്മളൊരു പല്ല് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബാലൻസ് ഡിസ്റപ്റ്റഡ് ആവുകയാണ്. ഓക്കെ, അപ്പൊ ആ ജോ നെക്രോസിസ് തുടങ്ങും. ബാക്ടീരിയാസ് ഒക്കെ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആവുമ്പോഴാണ് അത് ശരിക്കും മനസ്സിലാവും. ആ വൂണ്ട് ഹീൽ ആവൂല. ആ വൂണ്ട് ഇങ്ങനെ ഒരു റോ ഓപ്പൺ വൂണ്ട് പോലെ കിടക്കും. പെയിൻഫുൾ ആയിരിക്കും. അതിന്റെ അസോസിയേറ്റഡ് അല്ലാത്ത പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഒരു പേഷ്യന്റ് അലൻഡ്രോണിക് ആസിഡ് കഴിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം ട്രൈ ചെയ്യുക എത്രമാത്രം ലിമിറ്റഡ് ആക്കാൻ പറ്റും. ഓക്കെ, ഒരുപാട് ഇൻവേസീവ് ട്രീറ്റ്മെന്റ്സ് ചെയ്യാണ്ട് എത്രമാത്രം നമുക്ക് അത് ലിമിറ്റഡ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുക. എക്സ്ട്രാക്ഷൻസ് അതൊന്നും അഡ്വൈസ് ചെയ്യില്ല, അൺലെസ് ദാറ്റ് ഇസ് ദ ലാസ്റ്റ് ഓപ്ഷൻ. അതേ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ആ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ട് അത് അധികം ഡിസ്റ്റർബ് ചെയ്യാതെ നോക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, അതിന്റെ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഒരു ജനറൽ ഡെന്റൽ പ്രാക്ടീസിൽ നമ്മൾ അത് എക്സ്ട്രാക്ട് ചെയ്യാൻ നിൽക്കില്ല. എസ്പെഷ്യലി കോംപ്ലിക്കേറ്റഡ് വൺസ് കേട്ടോ. അത് നമ്മൾ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്താണ് ചെയ്യുക. കാരണം ഹോസ്പിറ്റലിലൊക്കെയാണ് ചെയ്യുക. കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അതിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷെ നമുക്ക് അത്രമാത്രം ഓപ്ഷൻസ് ഒന്നും നമുക്ക് ഒരു സാധാരണ ഡെന്റൽ പ്രാക്ടീസിൽ ഉണ്ടാവില്ല. ഹൈ വോളിയം ഓക്സിജൻ ഒക്കെ കൊടുക്കും അതിന്റെ നെക്രോസിസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. അതൊന്നും നമ്മളൊരു സാധാരണ പ്രാക്ടീസിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഡെന്റൽ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നുണ്ടാവും? റെഫർ ചെയ്യും, എക്സാക്ട്ലി. ഓൺലി ഇഫ് ദാറ്റ്സ് ദ ലാസ്റ്റ് ഓപ്ഷൻ. ഒരു പല്ലെടുത്ത് കളയലാണ് ലാസ്റ്റ് ഓപ്ഷൻ എങ്കിൽ നമ്മൾ റെഫർ ചെയ്യും. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചില്ല ഒരു 7-year-old വിത്ത് ഡെന്റൽ സ്റ്റെയിൻ. അതെ, അതിന്റെ ഒരു റിപ്ലൈ വന്നിട്ടുണ്ട്. The stains are dark brown and I'm not sure if it's a stain or not. Can you please explain? ഓക്കെ, ഡാർക്ക് ബ്രൗൺ ഹോൾസ് പോലെ എന്തെങ്കിലും അല്ലെങ്കിൽ സർഫസിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് മോസ്റ്റ് ലൈക്ലി എ സ്റ്റെയിൻ. ഓക്കെ, പിന്നെ വേണമെങ്കിൽ യു ക്യാൻ ട്രൈ, ഐ ഡോണ്ട് നോ കുട്ടി എത്രമാത്രം കോപ്പറേറ്റ് ചെയ്യുന്നു. ചെറിയൊരു ഫോക്കോ അധികം ഷാർപ്പ് അല്ലാത്ത ഫോക്കോ എന്തെങ്കിലും വെച്ച് ഈ ഗവൺമെന്റ് അടുത്തൊന്നല്ല, കുറച്ച് താഴെയാണെങ്കിൽ ഒന്ന് ചുരണ്ടി നോക്കുക. അത് പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, അത് അങ്ങോട്ട് പോയിക്കോളും. പക്ഷെ കുട്ടി തന്നെ വളരെ സാഡ് ആണ്, അപ്സെറ്റ് ആണെങ്കിൽ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അതൊന്ന് പോളിഷ് ചെയ്ത് കളഞ്ഞാൽ മതി.
പോളിഷ് ചെയ്തിട്ട് അത് വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതൊരു ക്യാവിറ്റി ആണെന്ന്, അതിന് ട്രീറ്റ്മെന്റ് വേണം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുന്നു. ഡു യു സ്റ്റിൽ റെക്കമെൻഡ് antibiotic cover prior to dental work for patients with valvular conditions, heart valvular conditions? Sorry, I didn't get the last part of it. And then valvular, do you still recommend antibiotic cover prior to dental work for patients with heart valvular conditions? No. According to the new NICE guidelines, antibiotic prophylaxis വേണ്ടാന്നാണ് അവർ പറയുന്നത്. There is no need of any antibiotic prophylaxis for dental treatments. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒപ്പീനിയൻ വന്നു കഴിഞ്ഞാൽ തന്നെ, ഒരു ഗൈഡ് ലൈൻ വന്നു കഴിഞ്ഞാൽ തന്നെ പല ഒപ്പീനിയൻസും അതിലേക്ക് വരൂല. ഇങ്ങനെ പറഞ്ഞാൽ തന്നെയും I know of what's happening in the hospital. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്, ഒരു പേഷ്യന്റ് ഒരു കോംപ്ലക്സ് റെസ്റ്റോറേറ്റീവ് അല്ല, കുറെ 3-4 ഇംപ്ലാന്റ് വെക്കാൻ വിചാരിക്കുന്ന അങ്ങനത്തെ ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഈവൻ ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ തന്നെ അതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ടാകും. അപ്പൊ എക്സ്റ്റെൻഡ് ഓഫ് നേച്ചർ ഓഫ് ദ ട്രീറ്റ്മെന്റ് അനുസരിച്ച് ചിലവര് ആന്റിബയോട്ടിക് പ്രൊഫൈലാക്സിസ് കൊടുക്കും, ടു ബി ഓൺ ദ സേഫർ സൈഡ്. കാരണം അത് കൊടുത്തില്ലെങ്കിൽ ഒരു കോഴ്സ് ആന്റിബയോട്ടിക്സ് കഴിച്ചെന്നേ ഉള്ളൂ, പക്ഷെ അത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പേഷ്യന്റിന്റെ ലൈഫ് തന്നെ ത്രെറ്റൻഡ് ആവും അല്ലെ. പക്ഷെ ഒരു നോർമൽ, ഇപ്പൊ എന്റെ അടുത്ത് ഒരു പേഷ്യന്റ് വരികയാണ്, അയാൾക്കൊരു ഹാർട്ട് പ്രോബ്ലം ഉണ്ട്, ഹി നീഡ് എ വെരി സിമ്പിൾ എക്സ്ട്രാക്ഷൻ, നമുക്ക് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, ഇങ്ങനെ ആടുന്ന ഒരു പല്ലാണ്, അത് തൊട്ടാൽ തന്നെ പോരും എന്നുള്ളൊരു പല്ലാണെങ്കിൽ ഞങ്ങൾ കൊടുക്കില്ല. ഞങ്ങൾ എന്ത് ചെയ്യും, പേഷ്യന്റിനോട് എക്സ്പ്ലെയിൻ ചെയ്യും, ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ, ഇതാണ് ന്യൂ നൈസ് ഗൈഡ് ലൈൻസ്, ഗുഡ് ഓറൽ ഹൈജീൻ മെഷേഴ്സ് ഉപയോഗിക്കാൻ പറയും. അവനവന്റെ വായി തന്നെ എത്രയും ക്ലീൻ ആക്കാൻ പറ്റുന്നോ, എത്ര എമൗണ്ട് ഓഫ് ബാക്ടീരിയാസ് കൊടുക്കാൻ പറ്റുന്നോ അത്രയും കുറക്കാൻ പറയും. പിന്നെ എക്സ്ട്രാക്ഷന്റെ മുന്നേ തന്നെ വി ഡു അഡ്വൈസ് ലൈക്ക് മൗത്ത് വാഷ്, റിൻസ് ഒക്കെ ചെയ്യാൻ പറയും, ഒന്നുകൂടി ഒരു ബാക്ടീരിയ ലോഡ് കുറക്കാൻ വേണ്ടിയിട്ട്. ഈവൻ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്ട്രോങ് അഡ്വൈസസ് ഒക്കെ കൊടുക്കും. വൂണ്ടൊക്കെ നന്നായിട്ട് ക്ലോസ് ചെയ്യും, മിക്കവാറും സ്യൂച്ചർ ഒക്കെ ഇടും, തുന്നലൊക്കെ ഇട്ടിട്ട് ബാക്ടീരിയാസിന് കയറാൻ പറ്റാത്ത ഒരു വിധത്തിൽ നമ്മൾ ആ വൂണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ പേഷ്യന്റിനെ റീകോൾ ചെയ്ത് നമ്മൾ അറിയും ഇറ്റ്സ് ഹീലിംഗ്, കുഴപ്പമൊന്നും ഇല്ലാതെ. പക്ഷെ എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ ഡൗൺ സൈഡ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെയും ഡിപെൻഡിങ് അപ്പോൺ ദ ട്രീറ്റ്മെന്റ് ആണ് അല്ലേ? It could depend upon the treatment അല്ലേ? Yeah, it could depend upon the treatment. Yeah, definitely. പക്ഷെ നോർമലി ഒരു സിമ്പിൾ ട്രീറ്റ്മെന്റ്സിന് നമ്മൾ കൊടുക്കാറില്ല. ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആക്സിഡന്റ് ആയിട്ട് വന്ന് ജോ പൊട്ടി, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ they won't take a chance, they will give a course of antibiotics. Okay, thank you so much. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ you can unmute or I had it for today. ഒരു സലാം ക്യാൻ തോന്നുന്നു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഞാനാണ് ചോദിക്കട്ടെ. ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്. താങ്ക് യു സോ മച്ച് സലാക്ക. ഹലോ, കേൾക്കുന്നില്ല കേട്ടോ, എന്തോ പറ്റി, കണക്ഷൻ പോയി തോന്നുന്നു കേട്ടോ. Shall we wait? നമ്മള് ടൈം പോയപ്പോ സലാം കണ്ട അവിടെ എനിക്ക് തോന്നുന്നു. ഞാൻ 2-3 കാര്യം, ഇതിൽ കുറെ നല്ല ഫീഡ്ബാക്ക് ഉണ്ട് രേണു, ഫീഡ്ബാക്ക് എക്സലന്റ്. അതേപോലെ ചില 2-3 ഫീഡ്ബാക്ക് തിരിച്ചു വന്ന് സെഷൻസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ സലാം കാ മ്യൂട്ട് ചെയ്തിക്കാൻ തോന്നുന്നു, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? മുബി ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും? സലാം കാക്ക് ഒറ്റയ്ക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അവിടുന്ന്? ഹലോ റഹ്ന. ഹലോ. എക്സലന്റ് ജോബ് റഹ്ന. താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് പറഞ്ഞാല്, നമ്മൾക്കിപ്പോ ഇനാമലൊക്കെ നഷ്ടപ്പെടുമല്ലോ കുറെ നാൾ കുറച്ച് പ്രായമൊക്കെ ആയി കഴിഞ്ഞാല്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഷുഗർ നമ്മൾ കൂടുതൽ ബ്രഷ് ചെയ്താല്, അങ്ങനെയൊക്കെയാണ് ഡോക്ടർമാർ പറയാറ്, കൂടുതൽ ബ്രഷ് ചെയ്തു. അപ്പൊ ഈ ഇത് റീക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും നമുക്കിത് പോയ ഇനാമല്? അതെങ്ങനെ, അതിന് വല്ല മാർഗമുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി അമ്മായി, ഒരിക്കല് ഒരു മുതിർന്ന ഒരാളില് ഇനാമല് പോയി
അത് പോയത് തന്നെ. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ അൺഫോർച്ചുനേറ്റ്ലി അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂല. പക്ഷെ നമുക്ക് അതിന്റെ പ്രോഗ്രസ് ഒരുപാട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ പോലെ സോഫ്റ്റ് ബ്രിസിൽ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുക. പിന്നെ അത് ഈ സെൻസഡൈൻ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ടൂത്ത് പേസ്റ്റുകൾ നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യും. ഇതെന്താ വെച്ചാൽ ഇത് ഇനാമിൽ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യമല്ല, പക്ഷെ ഇതൊരു മാസ്കിംഗ് ലെയർ ഉണ്ടാക്കും പല്ലിന്റെ മേലെ. അപ്പൊ നമുക്ക് സെൻസേഷൻ ഒക്കെ ആ സെൻസിറ്റിവിറ്റി ഒക്കെ കുറയും, പക്ഷെ ഇനാമിൽ തിരിച്ചു വരില്ല. അമ്മായി ശരിയായിട്ടുണ്ട്. ഇപ്പൊ മ്യൂട്ട് ചെയ്താന്ന് തോന്നുന്നു. ഞാനല്ല. വളരെ നല്ല ക്ലാസ് ആയിരുന്നു രേണു. നാളെ മുതൽ എന്തായാലും ഞാൻ പല്ലേക്കാൻ തീരുമാനിച്ചു. പക്ഷെ എന്റെ ക്വസ്റ്റ്യൻ അതല്ല. ഈ പിന്നെ ചില ആൾക്കാരെ ഈ പിന്നെ പല്ലിന്റെ കളർ ഇങ്ങനെ മഞ്ഞ കളറായിരിക്കും. അത് അൺഹെൽത്തി ആയിട്ടുള്ള പല്ലാണോ, അല്ലെങ്കിൽ ഈസ് ദാറ്റ് ഓക്കെ? ചിലര് ഹെറിഡിറ്ററി ആന്നൊക്കെ പറയുന്നേക്കാം. ഈസ് ദാറ്റ് ട്രൂ? പല്ലിന്റെ കളറും ഹെൽത്തും തമ്മിൽ അധികം ബന്ധമില്ല സലാങ്ക. പല്ലിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഇനാമൽ എന്ന് പറഞ്ഞാലാണ് നമ്മളുടെ പല്ലിന്റെ വെള്ള കളർ കൊടുക്കുന്ന ഒരു സാധനമാണ് ഇനാമൽ. അതിന്റെ താഴെയുള്ള ഡെന്റിൻ, നിങ്ങൾ ആ പടം ഓർത്തിട്ടുണ്ട്, ഡെന്റിൻ കുറച്ച് മഞ്ഞ കളറും ഇനാമൽ വെള്ള കളറുമാണ്. അപ്പൊ ഈ പല്ലിന് ചിലപ്പോൾ തേയ്മാനമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തർ ഏജ് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നാച്ചുറൽ തിങ് ആണ് ഇനാമല് വെയർ ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ വെയർ ചെയ്ത് പോകുമ്പോൾ ഇനാമല് തേഞ്ഞു പോകുമ്പോൾ ഉള്ളിലുള്ള ഡെന്റിൻ കാണാൻ തുടങ്ങും. അതിനൊരു മഞ്ഞപ്പാണ്. അപ്പൊ നമുക്ക് ഇമാജിൻ ചെയ്യാം, ഇനാമലിന്റെ തിക്നെസ് കുറയുന്നതിനനുസരിച്ച് അതിന്റെ ഉള്ളിലുള്ള ലെയർ കൂടുതൽ കാണാൻ തുടങ്ങും. ദാറ്റ് ഡസന്റ് മീൻ ഇറ്റ് ഇസ് അൺഹെൽത്തി. ഇറ്റ് ഇസ് ആബ്സല്യൂട്ട്ലി ഫൈൻ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വറി വരികയാണെങ്കിൽ എന്റെ പല്ല് വളരെ മഞ്ഞിച്ചിരിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ദർ ഇസ് ഓൾവേസ് വൈറ്റനിങ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് വൈറ്റനിങ് ട്രീറ്റ്മെന്റ് ചെയ്യാം. അതിന് ഒരു ഏജ് ലിമിറ്റേഷൻ ഒന്നുമില്ല. 60 വയസ്സുള്ള ആൾക്ക് വരെ ഞാൻ വൈറ്റനിങ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഏജും അങ്ങനത്തെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ആസ് ലോങ് ആസ് ടീത്ത് ഹെൽത്തി ആണ്, ഒരു സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഇനാമൽ ഉണ്ടെങ്കിൽ നമുക്ക് വൈറ്റനിങ് ചെയ്യാം. പക്ഷെ ഇറ്റ് ഡസന്റ് മീൻ ഇറ്റ് ഇസ് അൺഹെൽത്തി. പിന്നെ ഇനി നല്ല പച്ച മാങ്ങക്ക് ഇങ്ങനെ മുള ഇട്ടിട്ടുള്ള ഇങ്ങനെ ഇട്ട് പിന്നെ നല്ല പുളി അങ്ങനത്തെ കാണും ചിലപ്പോ അണ്ണി കടിച്ചു പോകുന്നുണ്ട്. അത് ശരിക്കും ഒരു സൂക്കേടാണ് അല്ലല്ലോ? അങ്ങനെ നല്ല മുളകെല്ലാം ഇട്ടിട്ട് അല്ലെങ്കിൽ നല്ല ഇങ്ങനെ വീണ പുളി ഉണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ കാണുമ്പോ പറഞ്ഞാൽ ഒരു പല്ല് വേദന പോകുന്നൊരു തോന്നുന്നതാണ്. അത് മെയിൻലി ഒരു സെൻസിറ്റിവിറ്റിന്റെ ഒരു സൈൻ ആണ് കേട്ടോ. ഭയങ്കര പുളിയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് കടിക്കുമ്പോ വേദന വരും. പക്ഷെ അതർവൈസ് വേദന ഇല്ലെങ്കിൽ കാണുമ്പോ തന്നെ വേദന വരും എനിക്ക്. നല്ല ഇങ്ങനെ പൊട്ടി ഇങ്ങനെ മുളകെല്ലാം ഇട്ടിട്ട് ഇങ്ങനെയുള്ള പച്ച പഴുക്കാനായൊരു മാങ്ങ അതിനൊരു കാരണം ഞാൻ പറഞ്ഞേട്ടെ സലാങ്ക. അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കാണുമ്പോ നമ്മളുടെ വായിലുള്ള ഗ്ലാൻസ് ഒക്കെ സ്റ്റിമുലേറ്റഡ് ആകാൻ തുടങ്ങും. ഓക്കെ. കണ്ണിന് ഭ്രമമുള്ള സാധനങ്ങൾ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് സ്റ്റിമുലേറ്റഡ് ആവുന്ന പോലെ തന്നെ ഈ നാവിന് രസമുള്ള സാധനങ്ങൾ കാണുമ്പോൾ നെല്ലിക്ക, മാങ്ങ അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഗ്ലാൻസ്, ഈ പെരോട്ടിക് ഗ്ലാൻസ് ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇതൊക്കെ സ്ക്വീസ് ചെയ്യും. അപ്പൊ ജനറലി ഒരു വേദന വരും. ആ വേദന എന്ന് പറഞ്ഞാല് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യും. നമുക്കത് പല്ലുമലും തോന്നും. അതാണതല്ലേ? അപ്പൊ സൂക്കേടൊന്നുമല്ല. അങ്ങക്ക് ഒരു കുഴപ്പമില്ല, വിഷമിക്കണ്ട. അതൊരു ഫാമിലി ഡെന്റൽ ടോക്ക് കൊടുക്കണത് നല്ലതായിരിക്കും തോന്നുന്നല്ലേ? ഞാനില്ല, ഞാൻ നിങ്ങൾക്ക് തരാം. എനിക്ക് തോന്നുന്നു ദിൽറാസിനെ അൺമ്യൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. Dilras is unmute now. You can talk. Dilras. Hello Dilras, how are you? No? Okay. No. You have to do it. Dilras. സംസാരിക്കാൻ വരുന്ന കുറച്ചു നേരമായി. You can't? Oh. Okay. I don't know. I think. But I can hear you. Yeah, we can hear each other. പക്ഷെ ദിൽറാസിനെ നമുക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല for some reason. അല്ല, മുബി അൺമ്യൂട്ട് ചെയ്താ അവരും കൂടെ അൺമ്യൂട്ട് ചെയ്താൽ ശരിയാവില്ല. നിന്റെ മൈക്കിന്റെ പ്രോബ്ലം ആണ്. ഞാൻ ഇവിടുന്ന് ചെയ്തു. അവിടുത്തെ എന്തോ പ്രശ്നമാണ്. ഇവിടുന്ന് അൺമ്യൂട്ടഡ് ആണ് ആക്ച്വലി. എന്തോ ഓഡിയോ എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് നോക്കും മുബി. ഡോണ്ട് മ്യൂട്ട് എനിബഡി. കാരണം ഞാൻ എന്റെ ടോക്ക് കഴിഞ്ഞല്ലോ. ഇഫ് എനിബഡി വാണ്ട്സ് ടു ആസ്ക് എനിത്തിങ് നമുക്കൊരു ഷീ ഈസ് നോട്ട് മ്യൂട്ടഡ്.
ഓക്കെ ഓക്കെ. അല്ല, എല്ലാരെയും അൺമ്യൂട്ട് ചെയ്യാനാ പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞോ? ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനിയിപ്പോ ദിൽറാസിന് ചോദിക്കാനുള്ളത് അതോ പറയാനുള്ളത് മാത്രം? We can't hear you, Dilras. ഇപ്പോഴും മ്യൂട്ട് തന്നെയാണ്. ചാറ്റിൽ ഇടാൻ പറ്റുമോ? അവ ചാറ്റിലിനെ ഇട്ടിട്ടുണ്ട്. I think she wanted to probably say something. Okay, പറ്റുന്നില്ല. I can't. Okay, she just wanted to say thank you. Okay, അപ്പൊ രേണുവിനോട് ഒരു താങ്ക് യു പറയാനായിരുന്നു. Okay. Oh, thank you very much, Dilras. Much appreciated. Thank you. And her friends also tuned in to hear your talk. So. Oh, thank you. അല്ല, ഒരു അനുജ റഹീം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് പ്രൈവറ്റ്ലി ആണ്. അത് ഞാൻ റിപ്ലൈ ചെയ്യണോ ഇപ്പോ അതോ പ്രൈവറ്റ്ലി തന്നെ? പ്രൈവറ്റ്ലി ആണെങ്കിൽ യു ക്യാൻ. അതെ, എന്താണ് പ്രൈവറ്റ്ലി ആണ്. പക്ഷെ പിന്നെ അത് എങ്ങനെ, അങ്ങനെ പ്രൈവറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ അല്ലെങ്കിൽ റിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ചോദിച്ചു നോക്ക്, ഇസ് ഇറ്റ് ഓക്കെ ടു ആൻസർ നൗ ഓർ? പക്ഷെ എനിക്ക് ഇതില് റിപ്ലൈ ചെയ്യാനുള്ളത് I don't think it is something that needs to be addressed. Sorry, all participants unmuted now from me. Okay, so you can unmute and ask and talk to Renu now. മൊബി, ഞാൻ ഈ അനുജ റഹീമിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തോട്ടെ, കാരണം അത് അങ്ങനത്തെ ഒരു പ്രൈവറ്റ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഇറ്റ് ഈസ് ഫൈൻ. Yeah, you can. Yep. Okay. The question is, what should be done to the wisdom tooth that constantly touches the inside of the cheek? അതൊരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാനത് ആൻസർ ചെയ്യാന്ന് പറഞ്ഞത്. ഒരുപാട് ആൾക്കാർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഈ വിസ്റ്റം ടൂത്ത് ഔട്ട്സൈഡ് സ്പേസിലേക്ക് വന്നിട്ട് ഇത് ഈ കവളുമല് കയറി കടിക്കുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാല്, ഒരുപാട് അല്ല, ഇടക്കിടക്കാണ് കടിക്കുന്നതെങ്കിൽ നമ്മളൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാല് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ പല്ല് ഒന്ന് ചെത്തിക്കഴിയും. ഓക്കെ, ആ ഷാർപ്പ് ആയിട്ടുള്ള ഭാഗം ഒന്ന് ചെത്തിക്കഴിയും. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെയുള്ള ഒരു ഭാഗത്തിലാണ് എപ്പോഴും കടിക്കുന്നതെങ്കിൽ ആ ഭാഗത്തെ ഒന്ന് സ്മൂത്ത് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ക്യാച്ച് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് സിംപ്ലസ്റ്റ് തിങ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും ഇല്ല, പേഷ്യന്റ് ഇങ്ങനെ കടിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് വേണ്ട. കാരണം എനി കോൺസ്റ്റന്റ് ട്രോമ ടു ദ സ്കിൻ ഓഫ് ദ മൗത്ത്, കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളെ വായിലുള്ള സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടോ അത് മോർ വേഴ്സ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് എക്സ്ട്രാക്ട് ചെയ്ത് കളയും, പല്ല് എടുത്ത് കളയും. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ്. ഒന്നെങ്കിൽ അത് തേച്ച് അത് സ്മൂത്ത് ആക്കുക, അതിൽ റിലീഫ് ഇല്ലെങ്കിൽ പല്ല് പറിച്ച് കളയുക. I hope that's okay. Yeah, and again, host is not allowing participants to unmute എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതെന്താന്ന് എല്ലാരും അൺമ്യൂട്ട് ചെയ്തു എന്നാണല്ലോ പറഞ്ഞത്. ഇല്ല, പകുതി ഐ തിങ്ക് കുറച്ചു പേരാണ് അൺമ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ഐ തിങ്ക് വിൽ ഹാവ് ടു മ്യൂട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യേണ്ടി വരും. മ്യൂട്ട് എവരിവൺ ആൻഡ് ദെൻ അൺമ്യൂട്ട് എവരിവൺ. ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. ഇപ്പൊ എല്ലാവർക്കും അൺമ്യൂട്ട് ആവാൻ പറ്റുന്നുണ്ടോ? ആവശ്യമുള്ളവർ മാത്രം അൺമ്യൂട്ട് ചെയ്യുക. എല്ലാരും അൺമ്യൂട്ട് ചെയ്താൽ ചിലപ്പോൾ കുറെ ഡിസ്റ്റർബൻസ്. അതെ, ഇപ്പൊ പറ്റുന്നുണ്ട്. ഹലോ, കേൾക്കാം. ബഷീർക്കാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ? രേണു മ്യൂട്ടഡ് ആണോ? അപ്പോ രേണു മ്യൂട്ടഡ് ആണ്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ ബഷീർക്ക? ഞാനാണ് രേണു, ബഷീർക്കാണ്. പറയൂ ബഷീർക്ക, ഞാൻ കേൾക്കുന്നുണ്ട്. എന്റെ ഒരു 4 പല്ല് പിന്നെ ഫില്ല് ചെയ്തിട്ട് ഏകദേശം ഒരു 25 വർഷത്തോളായി. അതിന് എന്താ ചെയ്യേണ്ടത്? അത് എങ്ങനത്തെ കണ്ടിന്യൂ? എനിക്ക് പ്രോബ്ലം ഒന്നും ഇല്ല, പക്ഷെ അതിന് എന്തെങ്കിലും ലൈഫ് ഉണ്ടോ? ഇല്ല. ഫില്ലിംഗ് എന്ന് പറഞ്ഞാല് അത് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വർഷമായിട്ടുണ്ടെങ്കിലും 25-30 ആണ്.
30 കൊല്ലമായിട്ടുണ്ടെങ്കിലും unless there is a problem, അത് വെറുതെ മെസ് ചെയ്യാതിരിക്കലാണ് നല്ലത്. നമുക്കൊന്നും ചെയ്യാനില്ലെന്ന് തോന്നുന്നല്ലേ? ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഒരു 6 മാസം കൂടുമ്പോഴോ ഒരിക്കലോ അല്ലെങ്കിൽ 9 മാസം കൂടുമ്പോഴോ ഒരിക്കലോ ഒന്ന് പോയിട്ട് ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഫില്ലിംഗ് ഒക്കെ പ്രോപ്പർ അല്ലേ എന്നൊന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് മോണിറ്റർ ചെയ്താൽ മതി. അല്ലാണ്ട് അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്നില്ല. ഞാനതിന് വെയിറ്റ് ചെയ്യണേ. 3 മാസം കൊണ്ട് മോളെടുത്തിന് പോയാൽ മതി. എന്നാ അത് മതി. അത് തന്നെ. ബഷീർക്കന്റെ മോള് BDS ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്താൽ മതി. ദിൽറാസിന് ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നില്ലേ? Okay. Oh, no problem. It was a very excellent presentation, no? Oh, thank you very much. Very well done. Very well. Oh, thank you. ഇപ്പൊ 12 മണി ഞങ്ങൾ ഉറങ്ങാൻ പോവാ. Oh, okay. I'm so sorry. Most of the questions you answered were mine because I have terrible teeth, right? So just one thing I want to say is thank you so much. It was really useful, and a couple of my friends tuned in, and thank you on their behalf because you answered their questions as well. Oh, thank you, darling. The question I do have goes back to leaking, what do you call it, filling. I have multiple fillings and multiple root canals. I'm not very proud of that, but of late I feel like there's a slight change in taste to when I eat. So it's a specific taste. I don't know what, it's not quite medicinal, but it's not like plastic or either. So is it possible that the crack in, I know there is a crack, however because of COVID the dentists are closed. And they're not doing any procedures right now, so I'm waiting for it to finish. So is it possible that that's what it is? It's the crack in the filling that's causing that slight change of taste. So it's a very peculiar taste. The mandlinde oru taste poleya, I mean like medicated mand, if that makes sense. Or metallic taste aano, or metal taste aano. Not quite. But I'm not sure. As in, I've thought about, but I'm not able to put a finger on what that taste is. But even vellam kudikkumbolo allengil even like neutral things that taste comes suddenly and goes. So I'm wondering if a leaking like a filling can cause something like that. Well, leaking filling, that's one thing. Irrespective of whatever it is, or leaking filling, as a dentist, I would recommend it to be redone. Okay, that's worse than having. Sometimes that's worse than having no filling. കാരണം ഇത് ഒരു ലീക്ക് ഉള്ളതിൽ കൂടിയ ഇങ്ങനെ എല്ലാ ബാക്ടീരിയാസും ഫ്ലൂയിഡ്സ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. യു കാൻ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ് അല്ലെ. ഇപ്പൊ ഒരു ഓപ്പൺ ഹോൾ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ക്യാൻ ക്ലീൻ ഇറ്റ് ആൻഡ് കീപ് ഇറ്റ് ക്ലീൻ. Okay, but I sometimes tell my patient, okay, if you have a leaking filling, it is better, and having it's better to have a hole than having a leaking filling. Irrespective of the taste, if you are told that you have a leaking filling, get it replaced. That's what my advice would be. Hopefully the dentist will open soon and I can go back. And once again, thank you so much. No worries, Dilras. My pleasure. Thank you for joining and supporting everybody. Thank you. I have a question. Yes, sweetheart. Tell me. So, as you know, I had braces for over a year, and then over a year ago, I got them removed. Since then, I'm growing wisdom teeth, and I'm worried that the wisdom teeth, which are growing in their kind of natural position, are going to my other teeth to shift. Is this a risk? Because I didn't have the wisdom teeth when the braces, but now I do. Yeah, okay. That's really a good question, actually. See, when you have braces treatment, it was too early, and it was not the time for the wisdom to come through, isn't it? Yeah, exactly. So everybody has a concept that if the wisdom tooth comes out, it's going to shift all the teeth. I would say there is a chance for it, but it is very less likely that that's going to cause. Okay. Normally, naturally,
irrespective of whether you have wisdom tooth or not, ഒരു പല്ലുകളുടെ നാച്ചുറൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ മൂവ് ടു ദ മിഡിൽ ആണ്. ഓക്കെ, ഇങ്ങനെ വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ നമ്മുടെ ഏജ് ഒക്കെ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പല്ലുകൾ കുറച്ചുകൂടി ഹെൽത്തി ടൂത്ത് ആണെങ്കിൽ അത് ക്ലോസർ ആവുകയാണ് ചെയ്യുക. ഓക്കെ, വിസ്റ്റം ടൂത്ത് പറഞ്ഞാൽ ഒരു ചെറിയ ഡിഫറൻസ് ഒക്കെ വരുമെന്നേ ഉള്ളൂ. പക്ഷെ it's not going to make a massive difference. Okay, but if something like that happens, then the only option left is take the wisdom teeth out. Okay, but you don't, there's nothing particularly beneficial if you think about it. Okay, is it gonna move my teeth? No, then psychologically it will move the teeth, but actually in practical aspect it doesn't move the teeth. That's great to know. Okay, sweetheart, thank you. Thank you very much for the talk. It's really interesting. Oh, thank you. I've been flossing my teeth wrong for years. I was doing it after brushing. I can give you some samples next time. I had no idea. I was doing it after I brushed my teeth. Amazing. Oh, bless you. Mashallah. At least you're doing it. It's good to know, isn't it? Yeah. Okay, Roshni, over to you. Thank you so much, everyone. Okay, thank you, Shahina, and once again, thank you, Renu. Okay, my pleasure. Okay, and thanks to Mubi for all the work behind the scenes. Oh, thank you very much. Ee webinar attend ചെയ്ത എല്ലാവർക്കും thank you so much. പിന്നെ ഫീഡ്ബാക്ക് വാട്സാപ്പിൽ അറിയിക്കാൻ മറക്കരുത്. എപ്പോഴും ഉള്ള പോലെ തന്നെ രേണുവിനെ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പിലോ നമ്മൾ ആരെങ്കിലും ഒക്കെ അറിയിക്കണം. ജസ്റ്റ് ഒരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളത് അബൌട്ട് നെക്സ്റ്റ് മൊമെന്റം വെബിനാർ പാരന്റിങ്ങിനെ കുറിച്ചാണ്. ഓൺ 20th June ഇൻഷാല്ലാ. ഡീറ്റെയിൽസ് നമ്മൾ വാട്സാപ്പ് മെസ്സേജ് വഴി അറിയിക്കും ആസ് യൂഷ്വൽ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. Until then, bye from me and Assalamu alaikum.